ആരെവിടെ കഷ്ടപ്പെടുന്നു എന്ന് കണ്ടാലും അവിടെ ഓടിച്ചെന്ന് അനീതിയിൽ നിന്നും അക്രമത്തിൽ നിന്നും അവശതയിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവനെയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ ക്ഷത്രിയൻ. ബാഹുവീര്യോപജീവിത, നിന്നെ പോലെയുള്ളവർക്കുള്ള ജീവിതം ബാഹുവീര്യമാണ്, കയ്യിൻ്റെ ബലമാണ്. ദുര്യോധനന്റെ പക്ഷത്തിലോ ആ പക്ഷത്തിൻ്റെ മുൻപിൽ ചെന്ന് നിങ്ങൾ ഭിക്ഷാന്തേഹികളായി ഇരക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ആയാൽ പോലും കൃഷ്ണനെ പറഞ്ഞയച്ച് കൃഷ്ണൻ ഇരന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പാണ്ഡവന്മാർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുൻപിലിതാ ഒരു ഗ്രാമം പോലും യാചിക്കണമെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇത് പറയേണ്ടി വരണോ നമുക്ക്? അങ്ങനെയാണോ ക്ഷത്രിയന്മാർ? നിങ്ങൾ ബലത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമോ അതോ അടിമയുടെ ഭാഷയിൽ സംസാരിക്കുമോ? ബ്രാഹ്മണരുടെ മുൻപിൽ, ഈശ്വരൻ്റെ മുൻപിൽ നമ്മളൊക്കെ നമ്രശിരസ്കന്മാരാവണം. അതല്ലാത്തവരുടെ ഒരാളുടെ മുൻപിലും ഒരു ക്ഷത്രിയന് തലകുലിക്കേണ്ട ആവശ്യമില്ല. അവനെ കണ്ടാൽ ബാക്കിയുള്ളവർ കിടുകിടാന്ന് വിറയ്ക്കണം. അതാണ് നമുക്ക് ആവശ്യം. പ്രജകളെ പരിപാലിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ശക്തിയും ആത്മബലവും വിവേകവും എല്ലാം പ്രത്യുത്പന്ന മതിത്വവും ഇല്ലാതെ പറ്റില്ല. ഇപ്പം എന്ത് സ്ഥിതി വന്നിട്ടുണ്ടോ ആ സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് നോക്കേണ്ടത്. കുന്തിദേവിയുടെ വാക്ക് നോക്കൂ. ഭൈക്ഷം വിപ്രതിഷിദ്ധം തേ കൃഷിർ നൈവോപപദ്യതേ. ഞാൻ ഭിക്ഷ യാചിച്ചോളാം, കൃഷി ചെയ്ത് കഴിഞ്ഞുകൂടിക്കോളാം എന്നിങ്ങനെ പറയുന്നത് ക്ഷത്രിയന് ചേർന്നതേയല്ല. ക്ഷത്രിയോസി ക്ഷതാത്രാത ബാഹു വീര്യോപജീവിത. നിനക്ക് അമ്പുണ്ട്, വില്ലുണ്ട്, അസ്ത്രശസ്ത്ര വിദ്യ പഠിച്ചിട്ടുണ്ട്, സഹോദരന്മാരുണ്ട്, സഹായികളുണ്ട്, കൃഷ്ണപരമാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നീ അടിമ ഭാഷ, അടിമ ചിന്താഗതി അത് മനസ്സിൽ ഇനി പുലർത്തുന്നത് ശരിയല്ല. നോക്കൂ ആ അമ്മയുടെ വാക്കുകൾ. ഈ വാക്കുകൾ വേണോന്ന് ചോദിച്ചാൽ വേണം. യുധിഷ്ഠിരന്റെ മനസ്സിന് ഉത്സാഹവും ഉത്തേജനവും നൽകാൻ ഇത് ആവശ്യമാണ്. സ്വതവേ ശമപ്രിയനാണ് ഈ യുധിഷ്ഠിരൻ. ചൂതുകളിക്ക് പോയി, എന്തിനു പോയി, രണ്ടാമത് പോയി, അപ്പളും പോയി, ഓരോന്നും പണയം വെച്ചു. ഇതൊക്കെ എന്താ കാരണം? ശമപ്രിയനായതിൻ്റെ പേരിൽ. പോവാൻ പറഞ്ഞു, പോയി, തിരിച്ചു വന്നു. എന്നിട്ടിപ്പോൾ ദൂതിന് പറഞ്ഞയച്ചിരിക്കുന്നു. ഇപ്പോഴും യുധിഷ്ഠിരന്റെ മനസ്സിലുള്ള വിചാരം എന്താ? വല്ല വിധവും നമുക്ക് ഈ രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണം, എത്ര തന്നെ താഴണമെങ്കിൽ താഴാം എന്നൊക്കെയാണ്. ഇതോ ദുഃഖതരം കിംനു യദഹം ഹീനബാന്ധവ പരപിണ്ഡമുദീക്ഷേ വൈ ത്വാം സൂത്വ അമിത്രനന്ദന. ഔ, കടന്നുപോയി കുന്തിദേവിയുടെ വാക്ക്, കടന്നുപോയി. ഇതോ ദുഃഖതരം കിംനു യദഹം ഹീനബാന്ധവ. ഇതിലധികം എന്ത് ദുഃഖമുണ്ട് എൻ്റെ പൊന്നുമോനെ? ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര കൊല്ലമായി ഞാൻ വിതുരൻ്റെ കൂടെ കഴിയണു? 13 കൊല്ലം. 13 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്രയാ? നിസ്സാരാണോ? ഒരു ദശകം തന്നെ വളരെ കൂടുതലാണ്. ഒരു ദശകവും കഴിഞ്ഞു, പിന്നെ ഒരു 1/4 ഭാഗവും കൂടി പിന്നിട്ട് കഴിഞ്ഞു. ഈ 13 കൊല്ലമായിട്ട് എൻ്റെ മക്കളുടെ മുഖം കാണാനോ അവരുടെ സ്വത്തിൽ നിന്ന് ഒരു ഭാഗം ഉപയോഗിക്കാനോ എനിക്ക് സാധിക്കുന്നില്ല. ശത്രുപക്ഷത്തിൽ ജീവിക്കുന്ന വിതുരൻ്റെ കൂടെയാണ് എൻ്റെ നിത്യഭക്ഷണം കഴിയണത്. ഇതിലധികം ഗതികേടുണ്ടോ യുധിഷ്ഠിര? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതോ ദുഃഖതരം കിംനു, ഇതിലധികം ദുഃഖമായിട്ട് എന്തുണ്ട്? യദഹം ഹീനബാന്ധവാഹ, ഒരൊറ്റ ബന്ധുബാന്ധവന്മാർ എൻ്റെ അടുത്തില്ല, എല്ലാവരിലും നിന്ന് അകന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വനവാസം, എനിക്കോ ഏകാന്തവാസം. എനിക്കൊരു മെച്ചം ഉണ്ടായിട്ടില്ല. പരപിണ്ഡമുദീക്ഷേവൈ, എന്നും ഞാൻ കഴിക്കുന്ന പ്രാതലാണെങ്കിൽ പ്രാതൽ, മധ്യാഹ്ന ഭക്ഷണമാണെങ്കിൽ അത്, അത്താഴമാണെങ്കിൽ അത്താഴം, ഒരു ഗ്ലാസ് വെള്ളം വരെ കുടിക്കുന്നുണ്ടെങ്കിൽ പരപിണ്ഡമുദീക്ഷേവൈ, അത് പരാന്നമാണ്, ബാക്കിയുള്ളവർ തരുന്നതാ. ഇവിടെ വരേണ്ടവളല്ല ഞാൻ, ഇങ്ങനെ ഇരിക്കേണ്ടവളല്ല ഞാൻ. ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ തന്നെയാണ് വേണ്ട എന്ന് പറഞ്ഞത്. കാട്ടിൽ നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിഷമവും ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോഴും 13 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഈ ദുരിതത്തിന് ഒരു ശാന്തി ഉണ്ടാവും, ഒരു മോക്ഷമുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോഴും നിന്റെ മനസ്സ് ശരിയായി പ്രവർത്തിക്കണില്ല. ത്വാം സൂത്വ, നിന്നെപ്പോലെ ഒരാളെ പ്രസവിച്ചിട്ടാണ് എനിക്ക് ഈ ഗതി. നിങ്ങൾക്ക് എന്തില്ലാത്ത കുറവാ? ശരീരത്തിന് വല്ല കേടുമുണ്ടോ? ഇല്ല. പ്രഭാവമില്ലേ? ഉണ്ട്. ബാഹുബലമില്ലേ? ഉണ്ട്. അസ്ത്രശസ്ത്രവിദ്യ നല്ലപോലെ പഠിച്ചിട്ടില്ലേ? ഉവ്. എന്തിൻ്റെ കുറവാ നിങ്ങൾക്ക്? കൃഷ്ണനെ പോലെ ഒരു പരമാത്മാവ് നിങ്ങളുടെ കൂടെ തുണയ്ക്കാനും സഹായിക്കാനും സൗഹൃദം നൽകാനും വേണ്ടതുപോലെ എപ്പോഴും ഉണ്ട്.
ഇതൊക്കെ ഉണ്ടായിട്ടും ത്വാം സൂത്വ അഭി അമിത്രനന്ദന, നിന്നെ എനിക്ക് ബന്ധുനന്ദന എന്ന് വിളിക്കാൻ പറ്റണില്ല, അമിത്രനന്ദന എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. എന്താ കാരണം? ശത്രുക്കൾക്ക് സന്തോഷമുണ്ടാവത്തക്ക വിധത്തിലാണ് നിന്റെ ഓരോ കാൽവെപ്പും. നീ എന്ത് ചെയ്യുന്ന സമയത്തും ശത്രുക്കൾക്ക് ആ സന്തോഷം. ചൂത് കളിക്കാൻ പോയി, ആരാ സന്തോഷിച്ചത്? എതിർപക്ഷത്തിലുള്ളവര്. തോറ്റു, ആരാ സന്തോഷിച്ചത്? അവര്. രണ്ടാമത് വിളിച്ചു, അപ്പൊ നീ പോയി, അപ്പോഴും സന്തോഷിച്ചത് ആരാ? അവര്. ഓരോന്നോരോന്നായി പന്തയം വെച്ചു, ദ്രൗപദിയെയും പന്തയം വെച്ചു. ആ ദ്രൗപദി എത്ര മണിക്കൂർ നേരമാണ് ആ തുറന്ന സദസ്സില് പിടിച്ചു വലിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടിയത്? നീ ആലോചിക്കുന്നുണ്ടോ? ഇതിനൊക്കെ കാരണം എന്താ? അപ്പൊ നിന്റെ ഓരോ കാൽവെപ്പും ശത്രുക്കളായിട്ടുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ളവനാ. ഒരു സ്വജനനന്ദനല്ല നീ, മിത്രനന്ദനുമല്ല, അമിത്രനന്ദനൻ എന്ന് തന്നെ പറയണം. നോക്കൂ ആ വാക്ക്. ഇതോ ദുഃഖതരം കിംനു യദഹം ഹീനബാന്ധവാ പരപിണ്ഡമുദീക്ഷേ വൈ ത്വാം സൂത്വ അമിത്രനന്ദന. നമ്മളൊക്കെ ജനിക്കുന്നത് കുടുംബത്തിൽ ഒരു അംഗമായിട്ടാണ്. ആദ്യം ഒരു ശിശുവാകും, വളരും, പ്രായപൂർത്തി വരും. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രായപൂർത്തി വന്ന ഒരു യുവാവോ ഒരു യുവതിയോ ആയി. നമുക്ക് പാകം കൂടണം, പക്വത കൂടണം, കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും വേണ്ടി വന്നാൽ അവതരിപ്പിക്കാനും ഒക്കെ സാധിക്കണം. ഒരു കുടുംബം സമ്പുഷ്ടമാകുന്നത് എപ്പോഴാ? അതിലുള്ള അംഗങ്ങളെല്ലാം വേണ്ടതുപോലെ ചിന്തിക്കണം. സമയസന്ദർഭം അനുസരിച്ച് പറയാനുള്ളത് പറയണം, ധരിപ്പിക്കാനുള്ളത് ധരിപ്പിക്കണം. അതിൽ കുറവ് വരരുത്. ഒരു കുന്തി 13 കൊല്ലമായി അകന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മക്കൾ തിരിച്ചു വന്നു, രാജ്യം കിട്ടിയിട്ടില്ല. കൃഷ്ണനെ തന്നെ ദൂതിന് പറഞ്ഞയച്ചു. ആ ദൂത് നിഷ്ഫലമായി എന്ന് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു കുന്തിയോട്. എന്നിട്ട് കൃഷ്ണൻ തന്നെ ചോദിക്കണു, അമ്മയ്ക്ക് വല്ലതും പറയാനുണ്ടോ മക്കളോട് എന്ന്. അപ്പം ആ അമ്മ മിണ്ടാതിരുന്ന, എനിക്ക് ഇനി എന്താ പറയാനുള്ളത്, ഞാൻ പറഞ്ഞു തന്നെ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിൽ അർത്ഥമില്ല. ആ കുട്ടികൾക്ക് ആവശ്യം എന്താ? എവിടുന്നൊക്കെ അവർക്ക് ഉത്സാഹം കിട്ടുമോ, നിർബന്ധം കിട്ടുമോ, ഊക്കും ഉണർവും കിട്ടുമോ, ഉത്തേജനം ഉണ്ടാവുമോ, അതിന് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യപ്പെടുന്നത്. ഋഗ്വേദത്തിൽ ഒരു പ്രയറുണ്ട്, ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. ലോകത്തിലെമ്പാട് നിന്നും ഞങ്ങളുടെ ഉള്ളിൽ നല്ല നല്ല വിചാരങ്ങൾ, നല്ല നല്ല പ്രേരണകൾ പ്രവേശിക്കട്ടെ എന്ന്. അപ്പൊ അമ്മയുടെ ഈ വാക്ക് യുധിഷ്ഠിരന് അത്യാവശ്യമാണ്. അത് പറയാൻ പുറപ്പെടുമ്പോഴോ കല്ല് വെച്ച വാക്കുകൾ നമ്മൾ പറയണം. അസ്ത്രരത്നം പതിപ്പിച്ച വാക്കാ പറയുന്നത്. യുദ്ധസ്വരാജധർമ്മേണ മാനിമജ്ജീഃ പിതാമഹാൻ മാഗമക്ഷീണ പുണ്യസ്ത്വം സാനുജഃ പാപികാം ഗതിം. ഞാൻ ആലോചിച്ച് നോക്കുക, നിങ്ങളിത് കഥയാണോ കേൾക്കുന്നത്? അതോ ഇത് ജീവിതത്തിൽ നമ്മളെ സ്പർശിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്താഗതി ഓരോ സമയത്തും എങ്ങനെ ഉണ്ടാവണം? ഇത് വായിക്കും തോറും ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് ചോദിക്കും, ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു പഴയ സ്റ്റോറി ഉണ്ട ചോറ് ദഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ വായിക്കുന്നതാണോ? അതോ ഇതോടുകൂടി നമുക്കൊരു രക്തബന്ധം, ഒരു ഊഷ്മളമായ ബന്ധമുണ്ടോ എന്നുള്ളതാ ചോദ്യം. വളരെ തന്മയത്വത്തോടും താതാത്മ്യത്തോടും കൂടി വേണം നിങ്ങളിത് കേൾക്കാനും കാണാനും ഗ്രഹിക്കാനും ഒക്കെ. യുദ്ധസ്വരാജധർമ്മേണ. അമ്മ പറയാണ്, യുധിഷ്ഠിര മഹാരാജാവേ, രാജധർമ്മേണ യുദ്ധസ്വ. ഈ സമയത്ത് ബാക്കി ഒരാലോചനയും അവിടെ പാടില്ല. ഞാൻ രാജാവാണ്, രാജധർമ്മം, ദണ്ഡനീതി എനിക്ക് നടപ്പിലാക്കണം. ആ രാജധർമ്മം മാത്രം മുറുകി പിടിച്ചുകൊണ്ട് പടപൊരുതു, ഹസ്സലായിട്ട് പൊരുതു എന്നാ പറയണേ. യുദ്ധസ്വ രാജധർമ്മേണ മാനിമജ്ജീഹി പിതാമഹാൻ. ഈ യുദ്ധം ചെയ്യുന്നതിൽ നിനക്ക് പ്രധാനപ്പെട്ടൊരു ഉദ്ദേശമുണ്ട് എൻ്റെ ദൃഷ്ടിയിൽ. എത്രയോ പൂർവികന്മാർ ജനിച്ച് അവരുടെ പിന്നാലെ വന്നിട്ടുള്ളവനാണ് നീ. നിന്റെ പൂർവികന്മാരെ മുഴുവനും നീ മുക്കരുത്. അവരൊക്കെ കറതീർന്ന ജീവിതം നയിച്ചു പോന്നിട്ടുള്ളവരാണ്. അവരുടെ കാലത്ത് ദണ്ഡനീതിക്ക് ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല. എവിടെ എന്ത് നടന്നാലും രാജഹസ്തങ്ങളോ രാജദൂതന്മാരോ അവിടെ ചെല്ലാനുണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചു പോന്നവരാണ്. ഇവിടെ ഇപ്പൊ എന്തു വന്നു? നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെയായി നമ്മുടെ ശത്രുക്കൾ. അതുകൊണ്ടാണ് നമുക്ക് വിഷമം. ഒരു രാജകുടുംബത്തിൽ പൊതുവെ ഒരു രാജാവ് ഉണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ അതിനെ അനുസരിക്കുന്നവരാ. ഇവിടെ എന്തോ കാരണത്താൽ കാര്യങ്ങൾ കൊടുമ്പിരി കൊണ്ട് അവസാനം രാജ്യം തന്നെ പങ്കിടേണ്ടി വന്നു. പങ്കിട്ട് നിങ്ങളെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറഞ്ഞയച്ചു.
അവിടെ നിങ്ങൾ നന്നാവണത് പോലും കാണാൻ പറ്റാത്തവനായി ദുര്യോധനൻ. അപ്പം നിങ്ങളുടെ സ്വത്ത് എങ്ങനെ അപഹരിക്കാം എന്ന് കണക്കാക്കിയിട്ടാണ് ഒരു ദൂതഗ്രഹമുണ്ടാക്കി ചൂത് കളിക്കാനായി വിളിച്ചതും തോൽപ്പിച്ചതുമൊക്കെ. അപ്പം നിങ്ങൾക്ക് ശത്രുക്കൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. പ്രജകളിൽ നിന്ന് ഒരാൾ വെല്ലുവിളിച്ചു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അയൽവക്കത്തിലുള്ള രാജാവ് വെല്ലുവിളിച്ചതല്ല. അങ്ങനെ വരുമ്പോൾ എന്തു വേണം? പൂർവികന്മാരെ പോലും നമ്മൾ മുഖ്യകൊല്ലുകയാണ് ചെയ്യണത്. അതൊരിക്കലും പാടില്ല. വളരെ ഖ്യാതിയോടുകൂടി പ്രസിദ്ധിയോടുകൂടി കറതീർന്ന ഒരു ജീവിതമാണ് പൂർവികർ കാഴ്ചവെച്ചിട്ടുള്ളത്. അവരെയൊക്കെ നിന്റെ ദുഷ്പ്രവൃത്തി കൊണ്ടോ മടി കൊണ്ടോ ഭ്രമം കൊണ്ടോ അലസത കൊണ്ടോ അവരെ തകരാറിലാക്കരുത്, മുക്കരുത്. നിനക്ക് സ്വാഭാവികമായി തോന്നുന്ന ആ ശാന്തിപ്രിയത്വമുണ്ടല്ലോ, അതുകൊണ്ടോ അല്ലെങ്കിൽ മടി കൊണ്ടോ അലസത കൊണ്ടോ അയ്യോ ഈ കടുങ്കയ്യന് പോകരുതല്ലോ, നമ്മുടെ സഹോദരന്മാരല്ലേ എന്നിങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിചാരത്തിൻ്റെ പേരിൽ നിങ്ങളുടെ പൂർവികന്മാരെ പോലും നീ മുക്കരുത്. വളരെ പ്രസിദ്ധമായ ഒരു രാജവംശമാണ്. അവരെല്ലാവരും കറതീർന്ന ജീവിതം നയിച്ചിട്ടുണ്ട്. ഒരിക്കലും അവർ രാജധർമ്മത്തിൽ നിന്ന് വീണിട്ടില്ല. ആ രാജധർമ്മത്തിൻ്റെ കാതലായിട്ടുള്ള ആ ദണ്ഡനീതി എല്ലാ കാലത്തും നടപ്പിലാക്കി പോന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ സഹോദരന്മാരാണല്ലോ, ബന്ധുക്കളാണല്ലോ, നമ്മൾ തന്നെ ആൾക്കാരല്ലോ ആണല്ലോ എന്ന് വിചാരിക്കരുത്. അവർ ബന്ധുക്കളെ പോലെയാണോ പെരുമാറുന്നത്? നല്ല മനുഷ്യരെ പോലെയാണോ പെരുമാറുന്നത്? അതോ ശത്രുക്കളേക്കാൾ കശയായിട്ടല്ലേ അവരുടെ പെരുമാറ്റം? അങ്ങനെ വരുമ്പോൾ അവരുടെ അടുത്ത് നിന്റെ ഉദാരത ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല. മാ നിമജ്ജീഹി പിതാമഹ എന്നാ പറയണത്. പിതാമഹന്മാരെ പോലും നീ ചവിട്ടിത്താഴ്ത്ത് മുക്കരുത്. മാഗമക്ഷീണ പുണ്യസ്ത്വം സാനുജ പാപികാം ഗതിം. നീ മാത്രമല്ല, നിന്റെ കൂടെ എന്തു പറഞ്ഞാലും അത് ചോദ്യം ചെയ്യാതെ കേട്ട് അനുസരിച്ച് വരുന്ന 4 സഹോദരന്മാരുണ്ട് നിനക്ക്. ആ അനുജന്മാരോട് എല്ലാവരോടും കൂടി നീ ഒരിക്കലും ക്ഷീണപുണ്യനാവരുത്. പുണ്യം ക്ഷയിക്കുകയാണ്, ക്ഷയിച്ചു കഴിഞ്ഞു, ഇനി അവസാനത്തെ ഒരു ഭാഗമേ ഉള്ളൂ. അങ്ങനെ പുണ്യം മുഴുവൻ നശിക്കുന്ന ഒരു സ്ഥിതി, ഒരു ദുസ്ഥിതി നിനക്ക് വരരുത്. മാ ഗമഃ പാപികാം ഗതിം. അയ്യോ അയ്യോ യുധിഷ്ഠിരൻ ഒരു മഹാപാപിയായി തീർന്നു. പേടിയുടെ പേരിൽ, ഭയത്തിൻ്റെ പേരിൽ, ഉദാസീനതയുടെ പേരിൽ, സഹോദര കാരുണ്യത്തിൻ്റെ പേരിൽ എന്നൊരു നില വരാൻ പാടില്ല. അതുകൊണ്ട് എങ്ങനെയായാലും യുദ്ധസ്വരാജധർമ്മേണ, രാജധർമ്മം അവലംബിച്ചുകൊണ്ട് മുറുകി പിടിച്ചുകൊണ്ട് നല്ല പോലെ കൊടും പോര് തന്നെ അവതരിപ്പിക്കണം. യുദ്ധസ്വരാജധർമ്മേണ മാ നിമജ്ജീഹ് പിതാമഹാൻ മാ ഗമഃ ക്ഷീണപുണ്യസ്ത്വം സാനുജഃ പാപികാം ഗതിം. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് കുന്തി കൃഷ്ണൻ്റെ അടുത്ത് ഒരു കഥ പറയുന്നത്. ആ കഥ നമ്മുടെ രാജ്യത്തിൽ വളരെ പ്രസിദ്ധമായിരുന്നു പണ്ടേ മുതൽ. ഈ കഥകൾക്ക് വലിയ ഒരർത്ഥമാണ്. എല്ലാറ്റിലും പൂർവ്വചരിത്രമാണ് നമുക്ക് ദൃഷ്ടാന്തം. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പോലും പ്രീസിഡൻ്റ് എന്ന് പറയും. പ്രീസിഡൻ്റ്, മുമ്പുണ്ടായ സംഭവം. അപ്പം ഇതുപോലെ ഒരു പ്രീസിഡൻ്റ് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുക. എല്ലാവർക്കും ആവശ്യം എന്തെങ്കിലും പഴയ ചരിത്രങ്ങൾ പറയുക. അത് കേൾക്കുമ്പോൾ മനുഷ്യർക്ക് ഓ ഇങ്ങനെ ആയിരുന്നോ എന്ന് തോന്നും. അപ്പം കൃഷ്ണനോട് കുന്തി പറയാണ്, വിദുല തൻ്റെ സ്വന്തം മകൻ രണഭൂമിയിൽ നിന്ന് പിൻവാങ്ങി അങ്ങോട്ട് വന്നപ്പോൾ വളരെയധികം കയർത്ത് സംസാരിച്ച് വേണ്ടത്ര ആവേശവും ഊക്കും കൊടുത്ത് മടക്കി പറഞ്ഞേച്ച് യുദ്ധത്തിൽ ജയിച്ചു വന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. ആ കഥ ഞാനിപ്പോൾ ഇവിടെ വിവരിക്കണില്ല. ഈ വിദുലൻ്റെ കഥ പറഞ്ഞ് ഇത് യുധിഷ്ഠിരനെ പറഞ്ഞ് ധരിപ്പിക്കൂ എന്ന് പറഞ്ഞ് കുന്തിദേവി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർക്ക് പറയാനുള്ള വാക്ക് തുടർന്ന് പറയാണ്. ന രാജ്യഹരണം ദുഃഖം ദ്യൂതേ ചാപി പരാജയഃ പ്രവ്രാജനം സുതാനാം വാ നമേ തദ്ദുഃഖകാരണം. ന രാജ്യഹരണം ദുഃഖം ദ്യൂതേ ചാപി പരാജയഃ പ്രവ്രാജനം സുതാനാം വാ നമേ തദ്ദുഃഖകാരണം. പല സംഭവങ്ങളും ഇവിടെ നടന്നു, ദുരന്തങ്ങൾ. എന്തൊക്കെയാ? ന രാജ്യഹരണം ദുഃഖം, നിങ്ങളുടെ രാജ്യം ഇന്ദ്രപ്രസ്ഥം അവർ അപഹരിച്ചു കൊണ്ടുപോയി, അതിലെനിക്ക് ദുഃഖമില്ല. ദ്യൂതേ ചാപി പരാജയഃ, ചൂത് കളിക്കാൻ വിളിച്ചു, നീ പോകാൻ പാടില്ലാത്തതാണ്, പോയി. ചൂതിന് വിളിച്ചാൽ ഞാൻ എങ്ങനെ രാജാവ് പോകാതെയിരിക്കും എന്നായിരുന്നു നിന്റെ ന്യായവും ധർമ്മവും ഒക്കെ, പോയി. അപ്പോൾ പോയപ്പോൾ കളിച്ചത് ആരാ? ദുര്യോധനല്ല. എനിക്ക് പകരം അമ്മാമൻ കളിക്കുമെന്ന് പറഞ്ഞു. നിനക്ക് സമ്മതിക്കേണ്ട ആവശ്യം എന്താ? അമ്മാമൻ രാജാവല്ലല്ലോ.
അപ്പൊ രാജാവല്ലാതെ ഒരാൾ വിളിച്ചാൽ രാജാവിന് ഒരു ധർമ്മമാണെന്ന് വിചാരിച്ച് ചൂത് കളിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? നീ അതും സമ്മതിച്ചു. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നിന്റെ മനസ്സ് മാത്രമാണ് ഇതിൽ പ്രമാണം. ചൂത് കളിക്ക് പോയി, അത് തെറ്റ്. അമ്മാവൻ കളിക്കാന്ന് പറഞ്ഞപ്പോൾ അതും സമ്മതിച്ചു. അതിലോ തോറ്റു. ഒരു തോൽവിയോ? എറിഞ്ഞതൊക്കെ തോൽവിയാ. ആ തോൽവിയിൽ നടന്നത് എന്താ? ഓരോന്നോരോന്നായിട്ട് പണയം വെച്ചു. ആരെങ്കിലും ചെയ്യോ? ലോകത്തിൽ കേട്ടിട്ടുണ്ടോ സഹോദരന്മാരെ പണയം വയ്ക്കല്, ഭാര്യയെ പണയം വയ്ക്കല്? എന്തൊക്കെയാ അവിടെ നടന്നത്? പ്രവ്രാജനം സുതാനാം വ. നിങ്ങളെ 13 കൊല്ലക്കാലം, 12 കൊല്ലം കാട്ടിലേക്കും 1 കൊല്ലം അജ്ഞാതവാസത്തിനും പറഞ്ഞയച്ചു. ഇതൊന്നും നമേ തദ്ദുഃഖ കാരണം. ഇതൊന്നും എനിക്ക് അത്ര മനസ്സിനെ വേദനിപ്പിക്കുന്നില്ല യുധിഷ്ഠിര. ഇതൊക്കെ ഞാൻ സമ്മതിക്കാം. സഹനശക്തി എനിക്ക് വേണ്ടുവോളുണ്ട്. ഒരു കുഴപ്പവുമില്ല. ന രാജ്യഹരണം ദുഃഖം ദ്യൂതേചാഭി പരാജയ പ്രവ്രാജനം സുതാനാം വ നമേ തദ്ദുഃഖ കാരണം യത്ര സാ ബൃഹതീ ശ്യാമ സഭായാം രുദധീ തദാ അശ്രൗഷീത് പരുഷാ വാചഃ തന്മേ ദുഃഖതരം മഹത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എത്ര സാ ബൃഹതീ ശ്യാമ സഭായാം രുദധീ തദാ അശ്രൗഷീത് പരുഷാ വാചഃ തന്മേ ദുഃഖതരം മഹത്. ആ ദ്രൗപദി, ദ്രുപദപുത്രി ഒരുത്തിയെ ഏക വസ്ത്രം ധരിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് ആ ദ്രൗപദിയെ പിടിച്ച് വലിച്ച് നിറഞ്ഞ കുരുസദസ്സിൽ കൊണ്ടുപോയി നിലത്തിലിട്ട് ഉരുട്ടി വസ്ത്രം വലിച്ച് കഷ്ടപ്പെടുത്തിയല്ലോ. എത്ര സാ ബൃഹതീ ശ്യാമ സഭായാം രുദധീ തദാ. ആ സമയത്ത് നിലവിളിക്കുകയാണ് ആ കുട്ടി. നിലവിളിച്ചു കൊണ്ടിരിക്കണു. ദുശാസനൻ വിടുന്നില്ല. വളരെയധികം ആൾക്കാർ പലതും പറയണു, പരുഷവാക്കുകൾ. അവിടെ കർണൻ പറഞ്ഞത് എന്താ? ദുശാസനൻ ചെയ്തതെന്താ? ദുര്യോധനൻ എന്തൊക്കെയാ പറഞ്ഞത്? ഇടയിൽ പല സംവാദങ്ങളും നടത്തണു. വലിയ ഒരു സംയോഗം, ഒരു മീറ്റിംഗ് അവിടെ നടക്കണു. വിഷയം എന്താ? ദ്രൗപദിയുടെ ദാസ്യം. ഇതൊക്കെ കേട്ടുകൊണ്ട് കുത്ത് അങ്ങനെ കുത്തി എന്തൊക്കെ വാക്ക് പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അശ്രൗഷീത് പരുഷാവാചഃ. കഠിനമായി പരുഷമായിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെ പറഞ്ഞു? തന്മേ ദുഃഖതരം മഹത്. അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ പുളഞ്ഞു വരുന്നത്. ഒരു സ്ത്രീ പ്രജയെ ആരെങ്കിലും ഇങ്ങനെ ട്രീറ്റ് ചെയ്യോ, ഇങ്ങനെ പെരുമാറുമോ ആ ആളോട്? അത് ഒരാളല്ല, നിറഞ്ഞ സദസ്സിലാണ്. ആ സമയത്ത് അവിടെ ആരുണ്ട്? ധൃതരാഷ്ട്രനുണ്ട്, ഗാന്ധാരിയുണ്ട്. ഈ നടക്കുന്ന സംഭവം കേട്ട് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അവിടെ ആൾക്കാരുണ്ട്. വലിയ ചർച്ചയാണ് നടക്കുന്നത്. ദ്രൗപദിയെ പിടിച്ചു വലിക്കാൻ പാടില്ലേ? അവസാനം എന്ത് ചെയ്തു? അവള് ഒരു തരത്തിലും ഒരു പരിഗണനയ്ക്കും അർഹയല്ല. അവൾ വാസ്തവത്തിൽ പതിവ്രത എന്ന് പറയുന്ന ഒരു സ്ഥിതി അവൾക്കില്ല. 5 പേരുടെ ഭാര്യയാണ്. അതുകൊണ്ട് അവർ കുലടയാണ്. അവൾക്ക് ഒരു പരിഗണനയും വേണ്ട. വസ്ത്രം അഴിച്ചു മേടിക്കൂ എന്ന് പറഞ്ഞ് അതുവരെ അവിടെ നടന്നു. ആ ഒരൊറ്റ കാര്യമാണ് എൻ്റെ മനസ്സിൽ ദുഃഖകാരണമായി തങ്ങി നിൽക്കുന്നത്. ന രാജ്യഹരണം ദുഃഖം ദ്യൂതേചാപി പരാജയഃ പ്രവ്രാജനം സുതാനാം വാ നമേ തദ്ദുഃഖകാരണം യത്ര സാ ബൃഹതീ ശ്യാമ സഭായാം രുദധീ തദാ അശ്രൗഷീത് പരുഷാവാചഃ തന്മേ ദുഃഖതരം മഹത്. തം വൈ ബ്രൂഹി മഹാബാഹോ സർവശസ്ത്രഭൃതാം വരം അർജുനം പുരുഷവ്യാഘ്രം ദ്രൗപദ്യാഹ പദവീം ചരാ. ഇനിയിപ്പോ അർജുനനോട് പ്രത്യേകിച്ചൊരു വാക്ക്, ബാക്കിയുള്ളവർക്കുള്ള സന്ദേശമുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. തം വൈ ബ്രൂഹി മഹാബാഹോ സർവശസ്ത്രഭൃതാം വരം അർജുനം പുരുഷവ്യാഘ്രം ദ്രൗപദ്യാഹ പദവീം ചരാ. നമ്മൾ സാധാരണ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോര് ധാരാളം കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുന്തിക്ക് പറയാനുള്ളത് അതല്ല. നോക്കൂ, ഇതാണ് നമ്മുടെ മോഡൽ. നിങ്ങളുമാതിരി വഴക്കിന് നിൽക്കുകയല്ല. മകനും മരുമകളും കൂടി ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് നടന്ന അത് കണ്ടാൽ കണ്ണുകടിക്കുന്ന അമ്മായി അമ്മമാരുണ്ട് നമ്മുടെ ഇടയിൽ. തം വൈ ബ്രൂഹി മഹാബാഹോ സർവശസ്ത്രഭൃതാം വരം. സർവശസ്ത്രഭൃതാം വരം തം ബ്രൂഹി. ഹേ മഹാബാഹോ, കൃഷ്ണ, അങ്ങ് പോയിട്ട്
എല്ലാ ശസ്ത്രവും ധരിക്കുന്നവരുണ്ടല്ലോ, അവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ അഗ്രഗണ്യനായിരിക്കുന്ന അർജുനനോട് പോയി പറയണമെന്ന്. എന്താ പറയേണ്ടത്? അർജുനം പുരുഷവ്യാഘ്രം. പുരുഷ കേസരിയല്ല, പുരുഷവ്യാഘ്രനാണ് അർജുനൻ. ദ്രൗപദ്യാഹ പദവീം ചര. മതി നിങ്ങളുടെ സ്വന്തം അഭിപ്രായവും ആലോചനയും തീരുമാനങ്ങളൊക്കെ. നിങ്ങൾക്കൊക്കെ ഈ സഹോദരബന്ധം സാഹോദര്യം എന്നുള്ള ഒരൊറ്റ വാക്കിൽ കിടന്നങ്ങോട്ട് കുലുങ്ങുക. ആ സഹോദരൻ എന്നുള്ളത് വിട്ടു ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റണില്ല. എന്താ കാരണം? ആ രക്തബന്ധം. പക്ഷേ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ദ്രൗപദി നിങ്ങളുടെ ധർമ്മപത്നിയാണ്. ആ പത്നിക്ക് നൽകിയ അവരിൽ നിന്ന് അവരടിച്ചേൽപ്പിച്ച ആ ദുഷ്പ്രവൃത്തിയൊക്കെ ഉണ്ടല്ലോ, ആ ദുർവിധി, അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കാൻ തയ്യാറില്ല. ഇനി നിങ്ങൾ ഈ യുദ്ധത്തിനെ പറ്റി ഒരു കാര്യവും ചിന്തിക്കേണ്ട. ദ്രൗപദി എന്ത് പറയുന്നുവോ അതനുസരിച്ചോളൂ എന്നാ പറയണേ. മദറിലോ, അമ്മായിയമ്മ എന്നുള്ള നിലയ്ക്ക് കുന്തിദേവി പറയുകയാണ്, ഇനി മക്കളെ നിങ്ങളുടെ കാര്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങളുടെ അവിടെ ഒരു ദ്രൗപദി ഉണ്ട്. അവൾ വളരെയധികം ധർമ്മം അറിയുന്നവളാണ്. നല്ല ജന്മം, നല്ല വിവാഹം, എല്ലാം ധാരാളം കേട്ട് മനസ്സിലാക്കി കാര്യോചിതമായിട്ട് തീരുമാനിക്കാൻ ശക്തിയുള്ളവരാണ്. അവളുടെ ഒരൊറ്റ പ്രഭാവം കൊണ്ടല്ലേ അടിമകളായി തീർന്ന് നിങ്ങളെ എല്ലാവരെയും രക്ഷിച്ചത്. എന്ത് വരം വേണമെന്നാ ചോദിച്ചത് ധൃതരാഷ്ട്രൻ. അപ്പൊ ആദ്യം ദ്രൗപദി പറഞ്ഞത് എന്താ? എൻ്റെ ഭർത്താവിനെ മോചിപ്പിക്കണം എന്നാണ്. അങ്ങനെ ദ്രൗപദി മോചിപ്പിച്ചില്ലെങ്കിൽ യുധിഷ്ഠിരൻ ഇപ്പോഴും അടിമയായിട്ടേ ഇരിക്കുള്ളൂ. രണ്ടാമത്തെ വരം സന്തോഷിച്ചു കൊടുത്തത് എന്താ? ചോദിച്ചതും സഹോദരന്മാരെയും മോചിപ്പിക്കണമെന്ന്. മൂന്നാമത്തെ വരവും കൂടി തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ വേണ്ട, ശരിയല്ല എന്നാ പറഞ്ഞത്. അപ്പൊ അവൾക്ക് കാര്യബോധം നല്ലോണമുണ്ട്, ശാസ്ത്രബോധമുണ്ട്, വിവേകമുണ്ട്, വിശേഷബുദ്ധിയുണ്ട്. ആ ദ്രൗപദി പറയുന്നത് എന്തോ അതനുസരിച്ച് പ്രവർത്തിച്ചോളൂ എന്നാ പറഞ്ഞയക്കുന്നത്. അർജുനോട് പറയാൻ, തം വൈ ബ്രൂഹി മഹാബാഹോ സർവശസ്ത്രഭൃതാം വരം അർജുനം പുരുഷവ്യാഘ്രം ദ്രൗപദ്യാഹ പദവീം ചരാ. കഴിഞ്ഞു. എന്ത്? കുന്തിദേവിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി, എന്നാൽ ക്ഷമയില്ലാതെ എന്ന് തന്നെ പറയണം, അക്ഷമനായി കൃഷ്ണൻ ഉപപ്ലവ്യത്തിലേക്ക് പോയി. ആ പുറപ്പെടുന്ന സമയത്ത് എല്ലാവരും യാത്ര പറഞ്ഞയച്ചു. അതിൻ്റെ ഇടയിൽ കൃഷ്ണൻ ഒരു കാര്യം ചെയ്തത് എന്താ എന്ന് വെച്ചാൽ, കർണനെ കൂട്ടിക്കൊണ്ടുപോയി. രണ്ടുപേരും കൂടിയാണ് പുറപ്പെട്ടത്. അപ്പോൾ ഈ കർണനെ കൂട്ടിക്കൊണ്ടുപോയ വർത്തമാനം എല്ലാവർക്കും അറിയാം. കർണനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഗൗരവമാണ്. ദുര്യോധനൻ പടയ്ക്കൊരുങ്ങുന്നത് മുഴുവനും പഞ്ചപാണ്ഡവന്മാരിൽ അഗ്രഗണ്യനാണ് അർജുനൻ. ആ അർജുനനോട് നേരിടാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ദുര്യോധനൻ കൂട്ടിയാൽ കൂടില്ല രഥയുദ്ധത്തിൽ. അപ്പം കർണൻ്റെ ബലത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നത്. ആ കർണനെയാണ് കൃഷ്ണൻ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അതിന് വലിയൊരർത്ഥ. കൃഷ്ണൻ വിളിക്കുകയും ചെയ്തു, കർണൻ പോവുകയും ചെയ്തു. അവരുടെ കൂടെ പിന്നെ വേറെ ഒരാളും ഇല്ല. അപ്പോൾ ഈ സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ടാവണമല്ലോ. കൃഷ്ണൻ പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന് മാത്രമല്ല, കൃഷ്ണനെ അപമാനിച്ച് ബന്ധിക്കാൻ വരെ പുറപ്പെട്ടു. ആര്? ദുര്യോധനൻ. അങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് ഈ കർണനെയും കൂട്ടി എതിർഭാഗത്തുള്ള മുഖ്യമായ ഒരു പടയാളിയും കൂട്ടിക്കൊണ്ട് കൃഷ്ണൻ പോയത്. അപ്പം ആ പോക്കിന് വലിയ ഗൗരവ എല്ലാവരുടെ കണ്ണിലും മനസ്സിലും പെട്ടിട്ടുണ്ടാവും. അത് കൃഷ്ണൻ പോയതിനു ശേഷം ഭീഷ്മനും ദ്രോണനും വളരെയധികം വ്യാകുലരായി. കൃഷ്ണൻ വന്നത് എന്ത് കാര്യത്തിനാണ്? പറഞ്ഞത് എത്ര നന്നായിട്ടാണ് കാര്യങ്ങൾ. അതിൽ ഒരംശം പോലും നമ്മൾ ആരും ഉൾക്കൊണ്ടിട്ടില്ല. അവസാനം ദുര്യോധനൻ പിടിച്ചു കെട്ടാൻ വരെയാണല്ലോ പുറപ്പെട്ടത്. അപ്പം ഇതിലധികം ഒരു ദൂതന് അപമര്യാദ ചെയ്യാനില്ല. രണ്ടുപേർക്കും ഒരുപോലെ വേണ്ടപ്പെട്ടവനാണ് കൃഷ്ണൻ. കൃഷ്ണൻ്റെ പ്രഭാവവും എല്ലാവർക്കും അറിയാം. ആ ധൃതരാഷ്ട്രൻ്റെ സദസ്സിൽ വെച്ച് വിശ്വരൂപം കാണിച്ചിട്ടാണ് പോയത്. ദുര്യോധനൻ പിൻവാങ്ങിയത് അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പോക്ക് എവിടം വരെ കൊണ്ടെത്തിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം ഭീഷ്മനും ദ്രോണനും ഒന്നും കൂടി അവസാനമായിട്ട് ദുര്യോധനെ വിളിച്ച് ഉപദേശിക്കാമെന്ന് കണക്കാക്കി അതിന് പുറപ്പെട്ടു. സാധാരണ സൂക്കേട് പിടിച്ചു, അത്യന്തായി മരിക്കാൻ കിടക്കണ ഒരു രോഗിയാണ്. ഇനി ചികിത്സിച്ചിട്ട് ഫലമില്ല എന്ന് പറഞ്ഞാലും ആരും ചികിത്സ നിർത്താറില്ല. വേഗം മരിച്ചോട്ടെ എന്നങ്ങനെ വിചാരിക്കാറില്ല. ശ്വാസം നിൽക്കുന്നത് വരെ ഡോക്ടർമാരായാലും രോഗിയുടെ പക്ഷക്കാരായാലും വളരെ ശ്രദ്ധയോടുകൂടി ചികിത്സിച്ചുകൊണ്ട് തന്നെയായിരിക്കുക. അതുപോലെയാണ് ഈ കാര്യവും. അപകടങ്ങൾ വരാൻ പോണു, വരുത്തി വയ്ക്കുന്നു.
ഈ ദുര്യോധനൻ എന്ത് പറഞ്ഞാലും കൂട്ടാക്കണില്ല. എന്നാലും പിന്നെയും ഒന്നും കൂടി പറഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പുറപ്പെട്ടത്. ഒരു ഫലവും ഉണ്ടായില്ല. കൃഷ്ണൻ പോയി. സഞ്ജയനാണല്ലോ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ വിവരങ്ങളും കുരുടനായ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞ് ധരിപ്പിക്കാനുള്ള ഒരു വിശ്വസ്തനാണ് സഞ്ജയൻ. അപ്പോൾ സഞ്ജയൻ പറയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധൃതരാഷ്ട്രർ ചോദിക്കുന്നു, കൃഷ്ണൻ കർണനെയും കൂട്ടിക്കൊണ്ടു പോയില്ലോ, അവർ തമ്മിൽ നടന്ന വർത്തമാനം എന്തെങ്കിലും നിനക്ക് അറിയാമോ? എന്താ കൃഷ്ണൻ സംസാരിച്ചത്? എന്തായിരുന്നു അവരുടെ ചർച്ചാ വിഷയം? വളരെ ഗൗരവമായിട്ടുള്ളൊരു പോക്കാണ്, ഒരു കൂടിക്കാഴ്ചയാണത്. അവിടെ എന്താ നടന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പം അതിന് സഞ്ജയൻ മറുപടി പറയുകയാണ്, പറഞ്ഞു തരാം, ഇന്നതാണ് നടന്നത് എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മഹാഭാരത യുദ്ധത്തിൽ, പ്രത്യേകിച്ചും അതിൻ്റെ തയ്യാറെടുപ്പിൽ. ഒരു ഭാഗത്ത് അർജുനൻ, മറുഭാഗത്ത് കർണൻ, ഒരു ഭാഗത്ത് ഭീഷ്മൻ, മറുഭാഗത്ത് യുധിഷ്ഠിരൻ. ഈ ദൃഷ്ടദ്യുമ്നനെ പടത്തലവനാക്കി നിർത്തി ആര്? യുധിഷ്ഠിരൻ. അതിന് വലിയ വലിയ അർത്ഥങ്ങളാണ് ഇതിന് മുഴുവനും. അനുപൂർവേണ വാക്യാനി തീക്ഷ്ണാനി ച മൃദൂനി ച പ്രിയാണി ധർമ്മയുക്താനി സത്യാനി ച ഹിതാനി ച ഹൃദയഗ്രഹണീയാനി രാധേയം മധുസൂദനഃ യാന്യബ്രവീത് അമേയാത്മാ താനി മേ ശൃണു ഭാരത. ധൃതരാഷ്ട്രനെ ഭാരത എന്ന് സംബോധന ചെയ്തുകൊണ്ട് സഞ്ജയൻ പറഞ്ഞു ധരിപ്പിക്കുകയാണ്. അനുപൂർവേണ വാക്യാനി തീക്ഷ്ണാനി ച മൃദൂനി ച. കൃഷ്ണനും കർണനും കൂടി നടന്ന സംവാദമുണ്ടല്ലോ, വളരെ പ്രഗത്ഭമാണത്, സമഗ്രമാണ്, യുക്തിസഹമാണ്, ധർമാനുസൃതമാണ്. ആ വാക്യങ്ങൾ എങ്ങനെയാ? അതിതീക്ഷ്ണമായിരിക്കുന്ന സ്വരത്തിൽ സംസാരിച്ചിട്ടുണ്ട്, വളരെ സ്നിഗ്ധതയോടുകൂടിയും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കർണന് പ്രിയം ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. അതിൽ ധർമ്മവിരുദ്ധമായിട്ട് ഒന്നുമില്ല. മറുപക്ഷത്തിൽ നിന്ന് ഒരാളെ വിളിച്ച് തൻ്റെ പക്ഷത്തിലേക്ക് മാറ്റാൻ പുറപ്പെട്ടു കൃഷ്ണൻ എന്നിങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. മനുഷ്യരെ സത്യം പറഞ്ഞ് ധരിപ്പിക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ആകാം. അത് ഏത് സമയത്തായാലും വൈകി എന്ന് പറയാൻ പറ്റില്ല, വൈകിയാലും തെറ്റിയെന്ന് പറയാൻ പറ്റില്ല. ആനുപൂർവേണ വാക്യാനി തീക്ഷ്ണാനി ച മൃദൂനി ച. ഇത് മഹാഭാരതമാണല്ലോ. എഴുതിയത് കവി തിലകനായിരിക്കുന്ന വേദവ്യാസ മഹർഷി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തപപ്രഭാവം വേണ്ടത്തോളമുണ്ട്. 8 തലമുറയുടെ സ്വാനുഭവം കയ്യിൽ വെച്ചുകൊണ്ടാണ് എഴുതുന്നത്. അപ്പം മനുഷ്യ മനസ്സിനെ പൂർണ്ണമായി അവതരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ അവതരണങ്ങൾ മുഴുവനും. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് എന്തെല്ലാം പുറപ്പെടാം, എങ്ങനെയൊക്കെ പുറപ്പെടാം, അതിൻ്റെ നല്ല വശങ്ങൾ എന്തെല്ലാം, മോശമായിട്ടുള്ള വശങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം ഇതിൽ വ്യക്തമാക്കി ഓരോ സന്ദർഭത്തിലും പറയുന്നുണ്ട്. പൂർവാപര ബന്ധത്തോടുകൂടി വളരെ തീക്ഷ്ണമായും മൃദുവായും സംസാരിച്ചു. അത് പ്രിയ വാക്കുകളാണ് പറഞ്ഞത്. പറഞ്ഞതിൽ ധർമ്മം വേണ്ടത്രയുണ്ട്. അത് സത്യസൂചകമായിരുന്നു, സത്യം വെളിപ്പെടുത്തുന്നതായിരുന്നു. കേട്ടുകഴിഞ്ഞാൽ ഹിതമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള വാക്യങ്ങളാണ് അവർ പറഞ്ഞത്. ഹൃദയഗ്രഹണീയാനി രാധേയം മധുസൂദനഃ. മധുസൂദനൻ അത് കേട്ടുകഴിഞ്ഞാൽ മനുഷ്യരുടെ ഹൃദയം അത് ഗ്രഹിക്കാതെ പറ്റില്ല. അതിൽ വർജിക്കാനോ തള്ളിക്കളയാനോ ഒന്നുമില്ല. സാധാരണ ഇപ്പോൾ നെല്ലോ ഗോതമ്പോ ഒക്കെ കൃഷി ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതിൻ്റെ വിത്ത് രൂപത്തിലുള്ള സീഡ് രൂപത്തിലുള്ള ധാന്യമാണ്. ആ ധാന്യം 1 മണി കുത്തിയിട്ടു അല്ലെങ്കിൽ വിതച്ചു, അത് മുളച്ചിങ്ങനെ പൊന്തി 2 അടി 4 അടി പൊക്കം വരും. 3, 4, 5 കവരകൾ ഉണ്ടാവും. ഒരു 4, 5, 10 കതിരൊക്കെ ഉണ്ടാവും ഒരു ചെടിയിൽ. അതിന് നമുക്ക് കിട്ടാൻ പോകുന്നത് ആ ചെടിയുടെ തുമ്പത്തുള്ള മണിയാണ്. ആ മണിയാണ് നമ്മൾ തണ്ട് കൊയ്തെടുത്ത് മെതിച്ച് അവസാനം കാറ്റിലൊക്കെ ഇട്ട് അളന്നെടുക്കണത്. എന്നാലും മുഴുവനായോ ഇല്ല, അത് കുത്തി അതിൻ്റെ ഉമിയും വേണ്ടി വന്നാൽ തവിടും കളഞ്ഞിട്ട് വേണം ആ ധാന്യം ഉപയോഗിക്കാൻ. അപ്പോൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ധാന്യവസ്തുക്കളിൽ പലതും കളഞ്ഞിട്ട് ഒരംശം ഇവിടെ കിട്ടുന്നുള്ളൂ. എന്നാൽ കൃഷ്ണൻ പറഞ്ഞ വാക്കുകളിലോ ഒരെണ്ണം തള്ളാനില്ല എന്ന്. ഹൃദയഗ്രഹണീയാനി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നോക്കൂ, ഹൃദയത്തിന് ഗ്രഹിക്കാനുള്ളത് മാത്രമേ ആ വാക്കുകളിലുള്ളൂ. കൃഷി ചെയ്യുമ്പോൾ ചെടിയും തുരുമ്പും ഒക്കെ കളയുന്ന മാതിരി കളയാനൊന്നുമില്ല. 1 മണി ധാന്യത്തിന് വേണ്ടി 4 അടി പൊക്കത്തിലുള്ള ചെടിയാണ്. അത് മുഴുവൻ വയ്ക്കോലായി നമ്മൾ മാറ്റിയിടുക ചെയ്യണത്. മൃഗങ്ങൾ കഴിക്കണു, പശുക്കളോ മറ്റും. ഇവിടെ അങ്ങനെയല്ല. തള്ളിക്കളയാനായിട്ട് അവിടെ ഒന്നുമില്ല. വളരെ ഗ്രാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഹൃദയഗ്രഹണീയാനി എന്നാ പറഞ്ഞിരിക്കുന്നത്.
മനുഷ്യൻ്റെ ഹൃദയത്തിന് എപ്പോഴും ഗ്രഹിക്കാനുള്ളതാണ്. സംസാരിച്ചത് ആര്? കൃഷ്ണൻ. ആരോട്? കർണനോട്. എപ്പോഴാ? ഉപപ്ലാവ്യത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് അവർ തമ്മിൽ നടന്ന സംവാദം അരമണിക്കൂറോ 1 മണിക്കൂറോ ഉണ്ടാവും. എന്നാൽ അത് വേദവ്യാസ മഹർഷി രേഖപ്പെടുത്തിയതോടുകൂടി നമ്മുടെ മഹാഭാരതത്തിലും ലോകത്തിലും എല്ലാവർക്കും എപ്പോഴും വായിച്ച് നുണയാനും ഗ്രഹിക്കാനുമുള്ളതാണ്. നിങ്ങൾക്ക് ധർമ്മം വേണോ? ഈ സംവാദം വായിച്ചോളൂ. സത്യം വേണോ? ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോളൂ. ആത്മബലം വേണോ? ഇതിൽ നിന്ന് കറന്നെടുത്തോളൂ. ഇതാണ് നമുക്ക് എപ്പോഴും കിട്ടാനുള്ളത്. ഹൃദയഗ്രഹണീയാനി രാധേയം മധുസൂദന യാന്യബ്രവീത് അമേയാത്മാ താനിമേ ശൃണു ഭാരത. എന്തൊക്കെയാണോ കൃഷ്ണൻ പറഞ്ഞത്? ആരാ ഈ കൃഷ്ണൻ? അമേയാത്മാ. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി, ആലോചിക്കുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന വിഷയങ്ങൾ, സ്മരിക്കുന്നത്, സ്മരിപ്പിക്കുന്നത്, ഇതെല്ലാം തന്നെ വിശേഷപ്പെട്ടതാ. സാധാരണ ജനങ്ങൾ കാണുന്ന ഒരളവോ ഒരു മാനമോ ഒരു തോതോ മാത്രമല്ല കൃഷ്ണനിലുള്ളൂ. അപ്പൊ കൃഷ്ണൻ എന്ത് പറയുമ്പോഴും അത് കാത് കടം മേടിച്ച് കേൾക്കണം, കേട്ട് മനസ്സിലാക്കണം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്താ? ഭഗവത്ഗീതയാണ്. 700 ശ്ലോകങ്ങളുള്ളത്. ആ ഭഗവത്ഗീത ഭാരതത്തിൽ എങ്ങനെ ഉണ്ടാവേണ്ട കാര്യം എന്താ? പെട്ടെന്നങ്ങോട്ട് വന്നതാണോ? പുറപ്പെട്ടതാണോ? ഈ കൃഷ്ണൻ പറഞ്ഞ ആൾ എങ്ങനത്തവനാ? കേട്ട അർജുനനോ എങ്ങനത്തെ ആളാണ്? എന്ത് രംഗമാണത് പുറപ്പെടുവിച്ചത്? അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നുവോ? ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, ആവശ്യവുമാണ്. യാന്യബ്രവീത് അമേയാത്മാ താനിമേ ശൃണു ഭാരത ത്വമേവ കർണജാനാസി വേദവാദാൻ സനാതനാൻ ത്വമേവ ധർമ്മശാസ്ത്രേഷു സൂക്ഷ്മേഷു പരിനിഷ്ഠിതഃ. ഈ കർണനും ഉപായപ്പെട്ടവനൊന്നുമല്ല. കർണന് പഠിപ്പോ വേണ്ടിടത്തോളം ഉണ്ട്. എന്ത് പഠിപ്പ്? ശാസ്ത്രങ്ങൾ, വേദങ്ങൾ. പഴയ കാലത്ത് അസ്ത്രശസ്ത്ര വിദ്യ അഭ്യസിപ്പിക്കും രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും. ആ അഭ്യസിപ്പിക്കുന്നതിനോടൊപ്പം അവർക്ക് പാഠശാലയിൽ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിപ്പിക്കുക ഒരു പതിവാണ്. കുട്ടികളുടെ യോഗ്യത പോലെ അത് കരസ്ഥമാക്കും. കർണൻ ഉപായപ്പെട്ടവനല്ല, സൂര്യപുത്രനാണല്ലോ. ആ കർണന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് പഠിപ്പിച്ചത് അദ്ദേഹം ഗ്രഹിച്ചിട്ടുമുണ്ട്. ത്വമേവ കർണജാനാസി. ആദ്യമായിട്ട് കൃഷ്ണൻ പറയുകയാണ്, കർണ അങ്ങയ്ക്ക് അറിയാം, ജാനാസി വേണ്ടതുപോലെ അറിയാം. എന്ത്? വേദവാദാൻ സനാതനാൻ. നമ്മുടെ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നതായ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ, ആദർശങ്ങൾ, ജീവിത രീതികൾ, നാം അതിൽ കൊണ്ടു നടക്കേണ്ടതായ അച്ചടക്കങ്ങൾ, മനുഷ്യൻ എന്ത് കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അതെങ്ങനെ പ്രവർത്തിക്കണം, മനുഷ്യജീവിതം മുഴുവനും പരോപകാരത്തിന് വേണ്ടിയാവണം, ഉപദ്രവം ഉണ്ടാവരുത്, കളവ് ചതി പാടില്ല, ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഒരു കളവ് നമ്മൾ കൊണ്ടു നടക്കരുത്, സത്യസന്ധത വേണം. എപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ആത്മബലത്തിലാവണം, ഈശ്വര വിശ്വാസത്തിലാവണം. നമ്മുടെ ശരീരത്തിനാണ് ബലം കൂടുതലും കുറവും. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അജയ്യമാണ് മനസ്സ്, ആകാശത്തെ പോലെ വിപുലമാണ്. മനസ്സിന് മാത്രമേ വലിപ്പമുള്ളൂ, ശരീരത്തിൻ്റെ വലിപ്പം വളരെ കുറവാണ്. ഈ ശരീരം മനസ്സിന് ഉപയോഗിക്കാനും വിനിയോഗിക്കാനുമുള്ളതാണ്. അപ്പോൾ പ്രായപൂർത്തി വന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മനസ്സിലാണ്. ഉൾ വ്യക്തിത്വം വികസിപ്പിച്ച് പുഷ്ടിപ്പെടുത്തി ബലിഷ്ഠമാക്കി തീർക്കാൻ വേണ്ടി ആവണം ആരും പ്രവർത്തിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വേദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ വേദം നിർദ്ദേശിക്കുന്നതൊക്കെ കർണന് നല്ല പോലെ അറിയാം. സനാതനാൻ വേദവാദാൻ. വേദങ്ങൾ പറയുന്ന ധർമ്മം സനാതനധർമ്മമാണ്, താത്കാലികമായിട്ടുള്ളതല്ല. വേദങ്ങൾ പറഞ്ഞതൊക്കെ മനുഷ്യരാശി എത്രത്തോളം കാലം ഭൂമണ്ഡലത്തിൽ നിലനിൽക്കുമോ ആ കാലം മുഴുവനും വാഴുന്നതും പ്രയോജനപ്പെടുന്നതുമാണ്. അങ്ങനെയുള്ള സനാതനധർമ്മം. ത്വമേവ ധർമ്മശാസ്ത്രേഷു സൂക്ഷ്മേഷു പരിനിഷ്ഠിതഃ. ആ ധർമ്മശാസ്ത്രങ്ങൾ എന്തു പറയുന്നുവോ അതെല്ലാം വേണ്ടതുപോലെ ചെവിക്കൊണ്ട് മനസ്സിലാക്കി അതിലൊരു നിഷ്ഠയോടുകൂടി ജീവിക്കുന്നവനാണ് കർണ അങ്ങ്. അതുകൊണ്ട് നല്ല പോലെ മനസ്സിലാക്കണം താൻ ആരാണെന്ന്. ത്വമേവ കർണജാനാസി വേദവാദാൻ സനാതനാൻ ത്വമേവ ധർമ്മശാസ്ത്രേഷു സൂക്ഷ്മേഷു പരിനിഷ്ഠിതഃ. കാനീനശ്ച സഹോഢശ്ച കന്യായാം യശ്ച ജായതേ വോഢാരം പിതരം തസ്യ പ്രാഹുഃ ശാസ്ത്രവിദോ ജനാഃ. കർണന്റെ ജന്മത്തെപ്പറ്റി ഭാരതത്തിൽ ഒരുമാതിരി എല്ലാവർക്കും അറിയാം. അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് പറയാണ്, കാനീനശ്ച സഹോഢശ്ച കന്യായാം യശ്ച ജായതേ
വോഢാരം പിതരം തസ്യ പ്രാഹു ശാസ്ത്രവിദോ ജനാഃ. ഞാൻ കുറേ കൊല്ലങ്ങൾ മുൻപ് മഹാഭാരതത്തിനെ പറ്റി ഡൽഹിയിൽ സംസാരിക്കുകയുണ്ടായി ഒരു 5 ദിവസം. അങ്ങനെ മഹാഭാരതത്തിൻ്റെ വിശേഷം, അതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? ദ്രൗപദിയെ വസ്ത്രാക്ഷേപം നടത്തിയ സമയത്ത് ഭീഷ്മർ മിണ്ടാതെ ഇരുന്നത് ശരിയായോ എന്നൊരു ശീർഷകത്തിലാണ് സംസാരിച്ചത്. അതങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണ്ടായി, നമ്മൾക്ക് ഇവിടെ കുട്ടികൾ ജനിക്കും. ആർക്ക്? അച്ഛനമ്മമാർക്ക്. എപ്പോഴാണ് ജനിക്കുക? കല്യാണം കഴിഞ്ഞ് ദമ്പതികൾക്ക് ആ ഭാര്യ വളർത്തിയെടുത്ത് ഗർഭം പോഷിപ്പിച്ച് ഭാര്യയ്ക്ക് ജനിച്ചുണ്ടാകുന്ന കുട്ടിയാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന കുട്ടി. എന്നാൽ നമ്മുടെ മഹർഷിക്ക് പറയാനുള്ളത് 10 തരത്തിലുള്ള പുത്രന്മാരുണ്ടെന്നാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ വിചാരിക്കും കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ജനിച്ചു എന്ന്. കുട്ടികൾ പലതരത്തിലാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണൻ അതിൻ്റെ ഒരു ഭാഗം ഇവിടെ പറയുകയാണ്. കാനീനശ്ച സഹോഢശ്ച കന്യായാം യശ്ച ജായതേ. ഒരു കന്യ അല്ലെങ്കിൽ കന്യകയ്ക്കാണ് കുട്ടി ഉണ്ടാവുക എന്ന് വന്നാലോ കല്യാണത്തിന് മുമ്പ്? അങ്ങനെ ഉണ്ടാവാറില്ലേ? ഉവ്വ്. അത് തന്നെ 2 തരത്തിലാണ്. ആ കന്യകയ്ക്ക് വിവാഹം കഴിയുന്നതിന് മുൻപ് കന്യകയായിരിക്കുമ്പോൾ തന്നെ ഗർഭം ധരിച്ചുണ്ടാകുന്ന കുട്ടി. അങ്ങനെ ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവും. ഇന്നത്തെ കാലത്തും ഉണ്ടാവുന്നുണ്ട്. അതൊരു തരം. സഹോഢശ്ച, അതെന്താ? അത് കന്യകയാണ്, വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി ജനിച്ചത്. പക്ഷേ വിവാഹം കഴിയുന്ന സമയത്ത് തന്നെ ഗർഭമായിരുന്നു. എന്നിട്ടാ വിവാഹം. ഒരു പക്ഷേ 2 ദിവസത്തിനുള്ളിലാവാം, ഒരാഴ്ചയ്ക്കുള്ളിലാവാം. അപ്പം ആ കുട്ടി ജനിക്കുന്ന സമയത്ത് അത് ഭർത്താവിൻ്റെ കുട്ടിയല്ല എന്ന് പറയാൻ ഭർത്താവിന് സാധിക്കില്ല. അങ്ങനെയുള്ള സ്ഥിതിയുള്ള കുട്ടികളുണ്ട്. അപ്പം ഇവിടെ പറയാണ്, അങ്ങനെ കാനീനനോ സഹോഢനോ ആണെന്നിരിക്കട്ടെ, കന്യായാം യശ്ച ജായതേ. ഒരു കന്യയ്ക്ക് കാനീനനോ സഹോഢനോ ആയി ആര് ജനിക്കുന്നുവോ, ആര് ജനിച്ചാലും പിതാവില്ലാതൊരു കുട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പം കന്യ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തവളാ. ആ കന്യകയ്ക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ പിതാവാരാ? ആലോചിച്ച് നോക്കൂ. കന്യകയ്ക്ക് ഗർഭമുണ്ടായി, ഗർഭം ധരിച്ചു, അതിലുണ്ടായ കുട്ടി. ഇനി ഗർഭമായി കല്യാണം കഴിച്ചു, അതിലുണ്ടായ കുട്ടി. ഇങ്ങനെ എങ്ങനെ കുട്ടികളുണ്ടായാലും ആ കുട്ടിക്കൊരു അച്ഛൻ വേണമല്ലോ. അച്ഛനില്ലാതെ കുട്ടി ഉണ്ടാവില്ല. ആരാ അച്ഛനാവുക എന്ന് ചോദിച്ചാൽ, വോഢാരം പിതരം തസ്യ പ്രാഹുഹു ശാസ്ത്രവിദോ ജനാഃ. നമ്മുടെ രാജ്യത്തിൽ ശാസ്ത്രം നല്ലപോലെ അറിയുന്നവർ പറയുന്നത് എന്താ? ആ പെൺകുട്ടിയെ ആരായാലും എപ്പോഴായാലും എപ്പോൾ വിവാഹം കഴിച്ചോ ആ വിവാഹം കഴിച്ച ആളാണ് ആ കുട്ടിയുടെ അച്ഛൻ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയുന്നത്? നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരാളെയും നിന്ദിക്കില്ല. ഇന്നെന്നെ പ്രവൃത്തി നിന്ദയാണെന്നത് പറയും. ചെയ്തവനെ നിന്ദിച്ച് പുറന്തള്ളില്ല. സർവ്വജനങ്ങളെയും ആശ്ലേഷിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രം. അപ്പോൾ ഒരു കുട്ടിക്ക് അച്ഛനില്ലാതെ ആക്കുന്ന ഒരു പ്രസ്താവനയും നമ്മുടെ ശാസ്ത്രത്തിൽ ഉണ്ടാവില്ല. കൊല്ലങ്ങൾ മുൻപ് ഞാൻ ബോംബെ ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് വായിച്ച ഓർമ്മ വരുന്നു. അതിലവർ പറയുകയാണ്, ചില ദിക്കിലൊക്കെ ഇമാതിരിയുള്ള കേസുകൾ വരും. ആ കുട്ടി എൻ്റെ അല്ല, DNA പരിശോധിക്കണം, അങ്ങനെ പലതരത്തിലും കേസുകൾ വരും. അതിലവരൊരു കേസിൽ പറയുകയാണ്, കുട്ടിക്ക് അച്ഛനില്ലാതെ ആക്കുന്ന തരത്തിലുള്ള ഒരു ജഡ്ജ്മെൻറ്റും പുറപ്പെടുവിക്കാൻ ഞങ്ങളുടെ മനസ്സ് അനുവദിക്കില്ല. ആ ആലോചനയൊന്ന് നോക്കൂ, എത്ര വിശേഷപ്പെട്ടതാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ജനിച്ച ഒരു കുട്ടിയെ അനാഥമാക്കാൻ അത് പാടില്ല. ഇനി എങ്ങാനും തനിക്ക് ജനിക്കാത്തൊരു കുട്ടിയുടെ അച്ഛനായി താൻ തന്നെ ഇരിക്കട്ടെ, അതും വളരെ വിശേഷപ്പെട്ട ഒരു നിലയാണ്. അവനവനുണ്ടായ കുട്ടികളുടെ അച്ഛൻ എല്ലാവരും ആവും. അല്ല എന്ന് പറയാനാണ് നിങ്ങൾക്ക് വിഷമം. നേരെ മറിച്ച് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് എന്ത് തെറ്റാ? അമ്മയോ കന്യകയോ തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? അങ്ങനെയുള്ള ഒരു കുട്ടിയെ എൻ്റെ ആണെന്ന് പറഞ്ഞ് ഒരു വഴക്കും വെക്കാണവുമില്ലാതെ നിങ്ങൾ പരിരക്ഷിക്കാൻ പുറപ്പെടുകയാണെന്ന് വിചാരിച്ചോളൂ. അതാണ് ഏറ്റവും വിശേഷം, അല്ലാതെ ഉപേക്ഷിക്കലല്ല. ഇതും മനസ്സിലാക്കിക്കോളൂ. കല്യാണം കഴിച്ച പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഗർഭവതിയായിരുന്നു. അത് അവൾ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ ദിവസം കാര്യങ്ങളൊക്കെ കണക്കാക്കി നോക്കുമ്പോൾ സംശയമുണ്ടെന്ന് പറഞ്ഞ് അതിലൊരു കേസും ഗ്രഹപ്പഴിയും വഴക്കിനും ഒന്നും നിങ്ങൾ പോകരുത്. ആ കുട്ടിക്ക് പിതൃത്വം നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അവനവൻ്റെ അരക്കെട്ടിൽ നിന്ന് ജനിക്കുന്ന കുട്ടിക്ക് പിതൃത്വം നിങ്ങൾ കൊടുത്തിട്ട് വേണ്ട. അനിഷേധ്യമായിട്ടുള്ള പിതൃത്വമുണ്ട്. അങ്ങനെ സന്ദിഗ്ധാവസരത്തിലുള്ള ഒരു കേസിൽ അങ്ങനെ പിതൃത്വം നിങ്ങൾ അവലംബിച്ചാൽ ഒരു തെറ്റുമില്ല.
നമുക്ക് 5 തരത്തിലുള്ള പിതാക്കന്മാരാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അന്നദാത ഭയത്രാത യശ്ച കന്യാം പ്രയച്ഛതി വിദ്യാപ്രദോ മന്ത്രദശ പഞ്ചൈതേ പിതരസ്മൃതാഹ. ആരാണോ നമുക്ക് ഭക്ഷണം തന്ന് വളർത്തിക്കൊണ്ടുവരുന്നത് ആ ആള് പിതാവാ. ഇപ്പം സാധാരണ നമ്മുടെ ശിഷ്യന്മാരിൽ ചിലരൊക്കെ ഉണ്ട്, എനിക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് സ്വാമിജി, ഒരു കുട്ടിയെ ഞാൻ ദത്തെടുത്തിട്ടുണ്ട് എന്ന് പറയും. എന്താ ദത്തെടുക്കാൻ കാരണം? ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, രണ്ടാമതും ഒരു കുട്ടി അവനവന് തന്നെ ജനിക്കുക എന്നല്ല അവർ വിചാരിക്കുന്നത്, വേറെ ഒരു കുട്ടിയെ ഞാൻ എടുത്തു വളർത്തി എന്ന് പറയണു. അപ്പം ഏതെങ്കിലും ഒരു കുട്ടിയെ എടുത്തു വളർത്തുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ദൗത്യമാണ്, ഏറ്റവും വിശേഷപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള സന്ദിഗ്ധാവസരത്തിൽ നിങ്ങൾ കുപ്പ തോണ്ടി ഓട്ടക്കലം പുറപ്പെടുവിക്കൊന്നും വേണ്ട, മിണ്ടാൻ്റെ ഇരുന്നോളൂ. ഏറ്റവും വിശേഷപ്പെട്ട ഒരു ജീവിതമാണ് അത്. എന്തോ ഒരു തെറ്റ് സംഭവിച്ചു, ഒരു അപാകം സംഭവിച്ചു, അത് പറഞ്ഞ് തോണ്ടിക്കുറി ഒന്നും അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ? എൻ്റെ കുട്ടിയെ ഞാൻ നോക്കണു, എൻ്റെ അല്ലാത്തൊരു കുട്ടിയെ നോക്കുമ്പോൾ എനിക്ക് പിതൃത്വ മഹിമ കൂടുതലാണ് വരുന്നത്. നമ്മുടെ ശാസ്ത്രം വിധിക്കണതും അതാ. വോഢാരം പിതരം തസ്യ പ്രാഹു ശാസ്ത്രവിദോ ജനാഹ. നിങ്ങൾക്ക് ആവശ്യം എന്താ? കുട്ടികൾ. ആ കുട്ടികളെ എന്ത് വേണം? പൊന്നുപോലെ നോക്കണം. ഏത് കുട്ടിയെ കുപ്പയിൽ നിന്ന് എടുത്താലും നിങ്ങൾ വേണ്ടതുപോലെ നോക്കിയാൽ ആ കുട്ടിക്ക് നിങ്ങൾക്ക് ജനിച്ച കുട്ടിയേക്കാൾ നിങ്ങളോട് സ്നേഹമുണ്ടാകും. ആർക്ക് ജനിച്ചു എന്നുള്ളതല്ല അവിടെ ഗണ്യം, ആര് പരിരക്ഷിക്കണു എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ആര് പരിരക്ഷിച്ചാലും മടിയിലിരുത്തി, ഉമ്മ വച്ചു, കെട്ടിപ്പിടിച്ചു, കൂടെ കിടത്തി, ഭക്ഷണം കൊടുത്തു, വേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ എൻ്റെ അച്ഛൻ ആരാന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അവിടെ നടക്കുന്ന വാസ്തവമുണ്ടല്ലോ, എന്നെ പരിരക്ഷിച്ചു എന്നുള്ള വാസ്തവം, അതാണ് ആ കുട്ടിയുടെ മനസ്സിൽ ഉത്കടമായി ശക്തമായി നിൽക്കുക. നിങ്ങൾ അതിൽ അന്വേഷിച്ചിട്ട് എൻ്റെയോ വേറൊരാളുടെയോ എന്ന് അന്വേഷിക്കേണ്ട. ഇതൊക്കെ പോട്ടെ, ആധുനിക ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? സന്താനമില്ലാത്തവരുണ്ട്. ആ സന്താനമില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് വിടാൻ തയ്യാറാവാത്ത ദമ്പതികളുണ്ട്. അതിൽ സ്ത്രീകളുടെ മനസ്സാണ് കൂടുതൽ കുട്ടികൾക്ക് വേണ്ടി അഭിലഷിക്കുന്നത്. അപ്പം ചില സ്ത്രീകൾ പറയുമത്രേ, എനിക്കൊരു കുട്ടി ഉണ്ടായേ തീരുള്ളൂ. എന്നാൽ ഭർത്തൃബീജത്തിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പം ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടി ഭാര്യയുടെ നിർബന്ധത്തിൻ്റെ പേരിൽ ആരുടെയെങ്കിലും ബീജം ഗർഭപാത്രത്തിൽ കുത്തുവെച്ച് അവർ ഗർഭം ധരിച്ച് ഉണ്ടാവുന്ന കേസസും നമ്മുടെ ഇടയിൽ ഉണ്ട്. എൻ്റെ കൂട്ടരെ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതിൽ നിന്നൊരു സത്യം പുറത്തു വരണം. ദമ്പതികൾക്ക് കുട്ടികൾ വേണം. ആ കുട്ടികൾ തനിക്കുണ്ടാവില്ല, തനിക്കില്ലെങ്കിലും വിരോധമില്ല. എൻ്റെ ഭാര്യയ്ക്ക് പരബീജത്തിൽ നിന്നായാലും ഒരു കുട്ടി ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് അതിനെ അനുവദിച്ച് ഗർഭം ധരിച്ച് ആ കുട്ടി ഉണ്ടായി അച്ഛനമ്മമാരായി ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന ധാരാളം കേസസ് ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ? മനസ്സിൻ്റെ ആവശ്യമാണ്, അഭിലാഷമാണ് സന്താനം. ആ സന്താന സൗഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം നിഷേധിക്കപ്പെട്ടാൽ ആ പഴുത് അടയ്ക്കാൻ എങ്ങനെയും മനുഷ്യ മനസ്സ് തയ്യാറാണെന്ന്. അപ്പം ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിനും പുറത്തു പോകരുത്. അതാണ് ഇവിടെ ശാസ്ത്രം പറയുന്നത്. കാനീനശ്ച സഹോഢശ്ച കന്യായാം യശ്ച ജായതേ വോഢാരം പിതരം തസ്യ പ്രാഹു ശാസ്ത്രവിദോ ജനാഃ. ശാസ്ത്രം അറിയുന്നവർ പറയാ, അങ്ങനെ ഒരു ഗർഭമുണ്ടായി, കുട്ടി ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിതാവ് ആരാ? ആരാണോ ആ പെൺകുട്ടിയെ വേൾക്കുന്നത്, വിവാഹം കഴിക്കുന്നത്, ആ ആളാണ് ആ കുട്ടിയുടെ ശരിയായിട്ടുള്ള പിതാവ്. അതിൽ സംശയമില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞത് 5 തരത്തിലുള്ള പിതാക്കൾ, 5 പിതാക്കളുണ്ടെന്ന്. അന്നദാത ഭയത്രാത യശ്ച കന്യാം പ്രയച്ഛതി വിദ്യാപ്രദോ മന്ത്രദശ പഞ്ചൈതേ പിതരസ്മൃതാഃ. അന്നം കൊടുത്ത് വളർത്തുന്നത് ആരോ അത് പിതാവാണ്. ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ പിതാവാണ്. യശ്ച കന്യാം പ്രയച്ഛതി, തനിക്കുണ്ടായ കുട്ടിയെ മടിയിലിരുത്തി വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി, ഇതാ ഇന്നേ വരെ ഈ കുട്ടി എൻ്റെ മകളാണ്, ഇന്നു മുതൽ ഇവൾ എൻ്റെ മകളല്ല, ഞാൻ കല്യാണം കഴിച്ചു തന്നു, നിന്റെ ഭാര്യയാണ്, ഭവാൻ ഈ കുട്ടിയെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഒരു കന്യകയെ പ്രദാനം ചെയ്യുന്ന ആ ആളുണ്ടല്ലോ, ആ ആള് ഈ സ്വീകരിച്ച ആളുടെ അച്ഛനാണത്രേ. അമ്മാനച്ഛൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഫാദർ ഇൻ ലോ എന്നൊക്കെ. അന്നദാത ഭയത്രാത യശ്ച കന്യാം പ്രയച്ഛതി വിദ്യാപ്രദോ. വിദ്യാപ്രദോ, ആരാ നിങ്ങൾക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ തരിക? തനിക്കുണ്ടായ കുട്ടിയെ, തനിക്ക് ഇനി ഒരു ചുമതലയുമില്ല, അവകാശവുമില്ല, ഞാനിതാ പൂർണ്ണമായി എൻ്റെ ഗോത്രം, എൻ്റെ തറവാട് വരെ മാറ്റി നിങ്ങൾക്ക് തരണു.
എനിക്ക് ജനിച്ച കുട്ടി കല്യാണം കഴിച്ച് തരുന്നത് വരെ എൻ്റെ തറവാട്ടുകാരിയാണ്. കല്യാണം കഴിച്ച് അങ്ങോട്ട് തന്നാൽ തറവാട് മാറി എന്ന് പറഞ്ഞാൽ എന്തായി? പിതൃത്വം, ആ പിതൃത്വ ശൃംഖല മുഴുവനും അങ്ങോട്ട് മാറിയെന്നാണ്. ഒരു തറവാട്ടിലെ കുട്ടി ആ തറവാട്ടുകാരൻ കല്യാണം കഴിക്കില്ല, മറ്റു തറവാട്ടുകാരനെ കല്യാണം കഴിക്കുള്ളൂ. അങ്ങനെ തറവാട് മാറി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ജനിച്ച ആ കുലം തന്നെ മാറി, ഗോത്രം തന്നെ മാറിയെന്നാണ് വരുന്നത്. അങ്ങനെ ആരെങ്കിലും ഒരാൾ തരാൻ പുറപ്പെടുവോ? കല്യാണം വിവാഹത്തിൻ്റെ ആവശ്യം, വംശവൃദ്ധിയുടെ ആവശ്യം, മനുഷ്യ സമാജം നിലനിൽക്കുന്നതിന് അത്യാവശ്യമായ ഒരു വ്യവസ്ഥയാണ് വിവാഹം. ആ വിവാഹത്തിന് വഴങ്ങി ഒരു കുട്ടി അങ്ങോട്ട് തന്നാൽ ആ ആളെ അച്ഛനായിട്ട് പരിഗണിക്കണം. യശ്ചകന്യാം പ്രയച്ഛതി വിദ്യാപ്രദോ വിദ്യാപ്രദോ, ശരിയായിട്ട് വിദ്യ ഉപദേശിച്ച് തന്ന് ഒരു മൂഢനെ പോലും പരമവിദ്വാനാക്കി തീർക്കുന്ന ആചാര്യൻ, ഗുരുവര്യൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് പിതൃസ്ഥാനമാണ്. നമ്മുടെ അധ്യാത്മ ജീവിതത്തിൽ ഗുരുശിഷ്യ ബന്ധമാണ് സർവസ്വവും. ആ ഗുരു എന്ത് ചെയ്യണു? ശിഷ്യനെ സ്വീകരിച്ച് ആ ശിഷ്യന് വേണ്ടത് ഉപദേശിച്ചു കൊടുത്ത് തന്നെ പോലെ ഒരു ഗുരുവാക്കി തീർക്കുകയാണ് ശരിയായിട്ടുള്ള ഒരു സദ്ഗുരു ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പരിവർത്തനം എവിടെയാ ലോകത്തിന്, എവിടെയാ നിങ്ങൾ കണ്ടിട്ടുള്ളത്? നമ്മൾക്കൊരു പാരസമണി എന്നൊരു മണിയുണ്ട്, അത് എന്തിനെ തൊട്ടാലും സ്വർണ്ണമാവുമത്രേ. പക്ഷേ പാരസമണിയാവില്ല, ഒന്നും സ്വർണ്ണമേ ആക്കുള്ളൂ. ഇവിടെ ഒരു ഗുരു ശിഷ്യനെ സ്വീകരിച്ച് തനിക്കുള്ള വിദ്യ മുഴുവനും പറഞ്ഞു കൊടുത്ത് തന്നെ പോലെ ആക്കി തീർത്തതാ, ഇനി വേണ്ടത് ചെയ്തോ എന്ന് പറഞ്ഞ് അയക്കുകയാണ്. അതാണ് വിശേഷപ്പെട്ട ഒരു ബന്ധം. ഈ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറും വിദ്യയല്ല, വിദ്യയിൽ വെച്ച് മികച്ചതും ഏറ്റവും വിശേഷപ്പെട്ടതുമാണ് ബ്രഹ്മവിദ്യ. ഇപ്പം ഞങ്ങളൊക്കെ ബ്രഹ്മവിദ്യ പ്രചാരകന്മാരാ. എനിക്ക് എൻ്റെ ഗുരുദേവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ബ്രഹ്മവിദ്യയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയത് ബ്രഹ്മവിദ്യയാണ്. അങ്ങനെ ഞങ്ങൾ അഭ്യസിച്ചതും വളർത്തിയെടുത്തതും അതിനെ പരിപുഷ്ടമാക്കി ഒരു നിലയ്ക്ക് പെർഫെക്റ്റ് ചെയ്യാൻ പുറപ്പെട്ടതും എന്താ? വേദകാലം മുതൽക്കുള്ള ബ്രഹ്മവിദ്യ. ബ്രഹ്മാവാണത്രേ ആദ്യമായി ഇത് സ്വപുത്രന്മാർക്ക് ഉപദേശിച്ചത്. ഈ ലോകത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മവിദ്യ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതാണ് കൃഷ്ണൻ ഉപദേശിക്കാൻ പോകുന്നത്. ഈ കൊടും യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള വിഷമായിരുന്നല്ലോ അർജുനന്. അത് തീരാൻ ബ്രഹ്മവിദ്യ മാത്രമേ ഉപകരിക്കൂ എന്ന് പറഞ്ഞാണ് പടക്കളത്തിൽ വെച്ച് പോലും ബ്രഹ്മവിദ്യ ഉപദേശിച്ചത്. ആരും അതിനു മുമ്പ് ചെയ്യാത്തൊരു സ്ഥിതിയാണത്. വിദ്യാപ്രദോ മന്ത്രദശ, ആപത്ത് നീങ്ങാനോ അഭിലാഷം നിർവഹിക്കാനോ വേറെ എന്തെങ്കിലും നടന്നു കിട്ടാനോ സിദ്ധിക്കോ വേണ്ടി തക്ക ഒരു മന്ത്രം ഉപദേശിക്കുകയാണെങ്കിൽ ആ ആളും പിതാവിന് തുല്യ. ധ്രുവൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് പോകുന്നത്, അമ്മ പറഞ്ഞയച്ചാ പോണത്. മധുവനത്തിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ സ്ഥിതി എന്താ? വയസ്സെത്രയായി? 5 വയസ്സ് 6 വയസ്സേ ആയിട്ടുള്ളൂ. ആ 5 വയസ്സായ കുട്ടി അമ്മയുടെ നിർദ്ദേശപ്രകാരം ഏട്ടം വലം നോക്കാതെ മധുവനത്തിലേക്ക് പൊരിഞ്ഞ പോക്കാ പോകുന്നത്. അപ്പോഴാണ് നാരദ മഹർഷി തടഞ്ഞു നിർത്തി നിന്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പരിശോധിച്ചത്. അവസാനം അങ്ങക്ക് എനിക്ക് നല്ലത് വല്ലതും പറഞ്ഞു തരാനുണ്ടെങ്കിൽ മാത്രം വായ തുറന്നാ മറങ്ങി, അല്ലെങ്കിൽ വന്ന വഴിക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു കുട്ടി. മഹാവിഷ്ണു ദുരാരാധ്യനാണത്രേ. പലരും പരിശ്രമിച്ച് പ്രസാദിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടാണോ എൻ്റെ പൊന്നുമോനെ നീ കൂട്ടിയാ കൂടാൻ പോകുന്നത്, അതുകൊണ്ട് മടങ്ങിപ്പോവാ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് കുട്ടി, ഞാനേ ക്ഷത്രിയനാണ് കേട്ടോ, തോൽവി ഞങ്ങൾക്കറിയില്ല. എല്ലാവരും തോറ്റയിടത്ത് ജയമഭിലഷിക്കുന്ന മനസ്സാണ് ക്ഷാത്രവീര്യമുള്ള എന്നിൽ പ്രകാശിക്കുന്നത്. ഇത് മനസ്സിലാക്കി എന്നോട് സംസാരിച്ചാൽ മതി. അപ്പം എൻ്റെ ദൗത്യം അല്ലെങ്കിൽ ലക്ഷ്യം നിറവേറ്റുന്നതിന് വല്ല സഹായവും ഉണ്ടെങ്കിൽ പറയൂ മഹർഷേ, അല്ലെങ്കിൽ വന്ന വഴിക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അതന്നെയാണ് നാരദൻ ആവശ്യപ്പെട്ടതും. അപ്പോഴാണ് ആരും അറിയാതെ ചെവിയിൽ വാസുദേവ മന്ത്രം ഉപദേശിച്ചത്. അവിടെ ചെന്ന് ഇത് നിന്റെ മനസ്സിൽ മങ്ങാതെ നിൽക്കട്ടെ, പകൽ ഉരുവിട്ടോളൂ, നിന്റെ ഉദ്ദേശം സഫലമാവും എന്ന് പറഞ്ഞയച്ചത്. അപ്പം ആ നാരദൻ കൊടുത്ത ഉപദേശത്തിന് എത്രമാത്രം മഹിമയുണ്ട്. ഒരു ഭാഗത്ത് അച്ഛനുണ്ട് അവിടെ. ആ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ ചെന്നപ്പോഴാണ് അവിടുന്ന് ഇളയമ്മ കണ്ണുരുട്ടി വീഴ്ചു. ആ കണ്ണുരുട്ടി വീഴ്ചതിൻ്റെ മുൻപിൽ വേർത്ത് വശായി. ഉത്താനപാതലൊന്നും ഉണ്ടായില്ല. അപ്പം തനിക്ക് ആരുടെ ജഠരത്തിൽ നിന്ന്, ആരുടെ അരക്കെട്ടിൽ നിന്ന് ജനിച്ചോ ആ ആള് തന്നെ സ്വീകരിക്കാതെ തിരസ്കരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ മധുവനത്തിലേക്കുള്ള പോക്ക്. ഈ രാജധാനിയിൽ നിനക്ക് ഒരിക്കലും അച്ഛൻ്റെ മടി കിട്ടില്ല. നിനക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ.
നമ്മുടെ ശരീരത്തിൻ്റെ ബയോളജിക്കൽ ഫാദർ അച്ഛനുണ്ടല്ലോ, ആ അച്ഛനിൽ നിന്ന് നിനക്ക് പിതൃവാത്സല്യം കിട്ടില്ല. ഇനി ഒരു വഴിയേ ഉള്ളൂ, ലോകത്തിന് മുഴുവനും പിതാവായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ മടിയിലിരിക്കാൻ പരിശ്രമിച്ചോ, അതിൽ മാത്രം തോൽവി വരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പോയത്. അപ്പോൾ ഈ മന്ത്രം ഉപദേശിച്ച ആളാരാ? അദ്ദേഹവും ഒരു പിതാവാണ്. ഉത്താനപാദൻ പിതൃസ്ഥാനത്തിൽ പരാജയപ്പെട്ടുല്ലോ. ആ പരാജയപ്പെട്ട സമയത്ത് ആ വിടവ് നികത്താൻ വന്നു ചേർന്നത്, പ്രകൃതി കൊണ്ട് കൊടുത്തത്, ഈശ്വരൻ അനുഗ്രഹിച്ച് കിട്ടിയത് ആരാ? നാരദ മഹർഷിയാ. ഇവരൊക്കെ പിതൃസ്ഥാനത്തുള്ളവരാ. അന്നദാത ഭയത്രാത യശ്ച കന്യാം പ്രയച്ഛതി വിദ്യാപ്രദോ മന്ത്രദശ്ച പഞ്ചൈതേ പിതരസ്മൃതാഹ. അപ്പം നിങ്ങൾ ആരും ഇതിൽ ഒളിഞ്ഞു കളിക്കൊന്നും വേണ്ട, മടിക്കും വേണ്ട, വഴക്കിനും വെക്കാനത്തിനും പോണ്ട. മനുഷ്യ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിക്കോളൂ. എന്തെങ്കിലും ഒരു പിഴവ് പറ്റി, ഒരു തകരാറ് പറ്റി എന്ന് പറഞ്ഞ് കേസിനും കോടതിക്കും പോയി വക്കീൽമാരുടെ പിന്നാലെ കൂടി അവിടെ പരിശോധിച്ച് ഇവിടെ പരിശോധിച്ച് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി ഉപേക്ഷിക്കാനോ ഓടാനോ ഒന്നും നിൽക്കണ്ട. തെറ്റ് സംഭവിച്ച ഒരു ഭാര്യയെ വേണ്ടതുപോലെ സ്നേഹിച്ച് പരിരക്ഷിച്ച അവർക്ക് നിങ്ങളോടുള്ള കൂറും കടപ്പാടും വളരെ വളരെ കൂടുതലാകും. തെറ്റില്ലാത്തവരാരുമില്ല മനുഷ്യ ജീവിതത്തിൽ. ആയിക്കോട്ടെ കുറെ തെറ്റ്, ആ തെറ്റ് നമ്മളെ നന്നാവാൻ പ്രേരിപ്പിച്ചാൽ മതി. അപ്പം ശാസ്ത്രം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിധി പറയുന്നത്. അതാ കൃഷ്ണൻ ഇവിടെ ആവർത്തിക്കുന്നത്. കാനീനശ്ച സഹോഢശ്ച കന്യായാം യശ്ച ജായതേ ഓഢാരം പിതരം തസ്യ പ്രാഹുഹു ശാസ്ത്രവിദോ ജനാഹ. ശാസ്ത്രം അറിയുന്നവർ പറയുകയാണ്. ഇത് ആരോടാ സംസാരിക്കുന്നത്? കർണനോട്. എപ്പോഴാ? മഹാഭാരത യുദ്ധം തുടങ്ങാൻ ഇനി ഒരാഴ്ചയെ സമയം ബാക്കിയുള്ളൂ. ആ സമയത്താണ് ഈ സംവാദം നടക്കുന്നത്. വേറെ ആരും അടുത്തില്ല. നിങ്ങളൊക്കെ അവിടെ നിന്നോളൂ, ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് രഥത്തിൽ അങ്ങനെ പോവാ അവർ രണ്ടുപേരും. സോസി കർണ തഥാജാതഃ പാണ്ഡോഃ പുത്രോസി ധർമ്മതഃ നിഗ്രഹാത് ധർമ്മശാസ്ത്രാണാം ഏഹി രാജാ ഭവിഷ്യസി. കർണ, കർണ, എനിക്ക് ഭവാനോട് പറയാനുണ്ട്. സോസി കർണ തഥാജാതഃ. ഭവാൻ ജനിച്ചത് കന്യകയ്ക്കാണ്. വിവാഹാനന്തരം ഭർത്താവിൽ നിന്ന് സന്താനം ഗർഭം ധരിച്ച് ഉണ്ടായ പുത്രനായ കുട്ടിയല്ല. സോസി കർണ തഥാജാതഃ പാണ്ഡോഃ പുത്രോസി ധർമ്മതഃ. ഭവാന്റെ അമ്മ കുന്തിയുണ്ടല്ലോ, ആ കുന്തി കന്യകയായിരിക്കുമ്പോൾ ഗർഭം ധരിച്ച് പ്രസവിച്ച കുട്ടിയാണ്. ആ കന്യക പിന്നീട് കല്യാണം കഴിച്ചത് പാണ്ഡുവിനെയാണ്. ആ പാണ്ഡുവാണ് അതുകൊണ്ട് അങ്ങയുടെ താതൻ. സോസി കർണ തഥാജാതഃ പാണ്ഡോ പുത്രോസി ധർമ്മതഃ. ഞാൻ ഈ പറയുന്നത് ധർമാനുസാരമാണ്. മനുഷ്യജീവിതത്തെ എല്ലാ സന്ദർഭങ്ങളിലും സംരക്ഷിച്ച് നിലനിർത്തേണ്ടതാണ് ഈ ധർമ്മം പറയുന്ന ശക്തി അനുഷ്ഠാനം. ആ ധർമ്മവാക്യങ്ങൾക്കും ധർമ്മരീതികൾക്കും അനുസൃതമായി ഞാൻ പറയുകയാണ്. നിഗ്രഹാത് ധർമ്മശാസ്ത്രാണാം ഏഹി രാജാ ഭവിഷ്യസി. അപ്പൊ പാണ്ഡു മഹാരാജാവിൻ്റെ പുത്രനാണ് അങ്ങ് എന്നുണ്ടെങ്കിൽ അങ്ങയ്ക്കും രാജാവാവാതെ വയ്യ, മഹാരാജാവണം. നിഗ്രഹാത് ധർമ്മശാസ്ത്രാണാം. ധർമ്മശാസ്ത്രങ്ങളുടെ മുഴുവൻ നിശ്ചയം ഇതാണ്. അവ എന്താ പറയുന്നത്? കർണൻ എന്ന് പറയുന്ന ആള് പാണ്ഡുപുത്രനാണ്, പാണ്ഡുപുത്രനാണ്, പാണ്ഡുപുത്രനാണ്. അതിരഥപുത്രനല്ല, രാധേയപുത്രനല്ല. കുന്തി എന്ന് പറയുന്ന കന്യയ്ക്ക് ജനിച്ച കുട്ടിയാണ്. ആ കന്യക പിന്നീട് കല്യാണം കഴിച്ചതാണ് പാണ്ഡുവിനെ. അതുകൊണ്ട് കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ പാണ്ഡുവായി പിതാവ്. ആർക്ക്? കർണന്. കാരണം പാണ്ഡുവിൻ്റെ ഭാര്യ കന്യകയായിരിക്കുമ്പോൾ ജനിച്ച കുട്ടിയായതിനാൽ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ കർണൻ്റെ പിതാവ് പാണ്ഡുവാണ്. ഇതാണ് ധർമ്മശാസ്ത്രങ്ങളുടെ വ്യവസ്ഥ. ആ വ്യവസ്ഥയുടെ മുകളിൽ ഞാൻ പറയണു, എൻ്റെ കൂടെ വരൂ. രാജാ ഭവിഷ്യസി. കർണ, ഭവാൻ രാജാവാവും, രാജാവാവും. അങ്ങനെ രാജാവായി കാണണം എന്നെനിക്കുണ്ട്. ധർമ്മശാസ്ത്രങ്ങളും ആവശ്യപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും അതാണ്. കേൾക്കുന്നുണ്ടാവോ നിങ്ങൾ? സോസി കർണ തഥാജാതഃ പാണ്ഡോഃ പുത്രോസി ധർമ്മതഃ നിഗ്രഹാത് ധർമ്മശാസ്ത്രാണാം ഏഹി രാജാ ഭവിഷ്യസി. ചുരുക്കമായിട്ടാ കൃഷ്ണൻ പറയുന്നത്. എന്നാലോ മുഴുവനും പറയുന്നുണ്ട്. കൃഷ്ണൻ എന്താ പറഞ്ഞത്? കന്യകയ്ക്ക് ജനിച്ച കുട്ടിയാണ്. ആ കന്യക വിവാഹം കഴിച്ചത് പാണ്ഡുവിനെ ആയതിനാൽ പാണ്ഡുപുത്രൻ മാത്രമേ അങ്ങ് ആവുള്ളൂ, അതിരഥപുത്രനോ രാധേയനോ അല്ല. ഈ വർത്തമാനം പെട്ടെന്ന് പറയും വേണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ച് നയിച്ചു കൊണ്ടുപോകും വേണം.
അപ്പോൾ ഒരു സത്യം പ്രഖ്യാപിച്ചു. ആ സത്യത്തിൻ്റെ മുകളിൽ വരാനുള്ള കാര്യമിതാ വ്യക്തമായി സംസാരിക്കുന്നു. എൻ്റെ കൂടെ വരൂ, മഹാരാജാവണം. മയാ സാർദ്ധം ഇതോ യാതം അദ്യത്വാം താത പാണ്ഡവാഹ അഭിജാനന്തു കൗന്തേയം പൂർവജാതം യുധിഷ്ഠിരാത്. എനിക്ക് മനസ്സിലാവണില്ല നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്താണെന്ന്. കൃഷ്ണപരമാത്മാവാണിത് പറയുന്നത്. കൂടെ ഒരാളുമില്ല. രഥത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. ബാക്കിയുള്ളവരാരും അവിടെ അടുത്തില്ല. ആ സമയത്താണ് സംസാരിക്കുന്നത്. എന്താ സംസാരിക്കുന്നത്? ഒരുവൻ്റെ ജന്മത്തെക്കുറിച്ച്, ഒരുവൻ്റെ പിതൃസ്ഥാനത്തെക്കുറിച്ച്, ആ സത്യത്തിൻ്റെ മുകളിൽ വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച്, അതിൽ നിന്ന് ഉണ്ടാവേണ്ട ആ നേട്ടമെന്തോ അത്, ഭവിഷ്യത്തെന്തോ അത്. അപ്പം കീഴ്ക്കട കഴിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കർണൻ മറക്കണം. എന്നിട്ട് പുതിയ ഒരു വ്യക്തിത്വം കർണനിൽ ഉണ്ടാകണം. ആ ഉണ്ടായതിൻ്റെ പേരിൽ കർണൻ എന്ത് ഡ്യൂ ഉണ്ടോ, അർഹതയുണ്ടോ, ആ അർഹപ്പെട്ടത് കിട്ടണം. ഇവിടെ നടക്കാൻ പോകുന്നത് മഹാഭാരത യുദ്ധമാണ്. ഒരു ഭാഗത്ത് പാണ്ഡുപുത്രന്മാർ, മറുഭാഗത്തോ ധൃതരാഷ്ട്രപുത്രന്മാർ. ആ പാണ്ഡുപുത്രന്മാരിൽ അഗ്രഗണ്യനാണ്, പ്രഥമനാണ് ആര്? കർണൻ. അപ്പം കർണൻ നിൽക്കേണ്ട സ്ഥലം എവിടെയാ? അപ്പുറത്താണ്. ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഇരിക്കേണ്ടത്, ഹസ്തിനപുരത്തിലല്ല, അംഗരാജ്യത്തിലല്ല. അത്രയ്ക്ക് യോഗ്യതയുണ്ടെന്നാ പറയണത്. മയാ സാർദ്ധം ഇതോ യാതം അദ്യത്വാം താത പാണ്ഡവാഹ. എൻ്റെ കൂടെ ഭവാൻ അങ്ങോട്ട് വരികയാണെങ്കിൽ, കർണ എൻ്റെ കൂടെ വരികയാണെങ്കിൽ, അദ്യത്വാം ഇന്ന് തന്നെ, ത്വാം ഭവാനെ, താത പാണ്ഡവാഹ പാണ്ഡവന്മാരെല്ലാവരും, അഭിജാനന്തു കൗന്തേയം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവരെല്ലാവരും മനസ്സിലാക്കണം. അവർക്ക് അറിയില്ല. ഞാൻ പോയി പറയും അവരോട്, ദാ നിങ്ങളുടെ ജ്യേഷ്ഠൻ വന്നിരിക്കണു, പാണ്ഡുവിൻ്റെ പ്രഥമപുത്രൻ, യുധിഷ്ഠിരന് മുമ്പ് ജനിച്ചവൻ എന്ന് ഞാനാ പോയി പ്രഖ്യാപിക്കാൻ പോകുന്നത്. പാണ്ഡവന്മാർക്ക് എൻ്റെ പേരിലുള്ള ഭക്തിയും ബഹുമാനവും ആദരവും കർണൻ അറിഞ്ഞുകൂടെ? അവരുടെ ദൂതും കൊണ്ടാണ് ഞാനിവിടെ വന്നത്. ആ ദൂത് മുഴുവൻ ദുര്യോധനൻ തിരസ്കരിച്ച് എന്നെ ബന്ധിക്കാൻ നോക്കി. ഞാനിപ്പോൾ മടങ്ങിപ്പോവാ. ആ പോകുന്ന സമയത്ത് കർണൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും വിശേഷം? ഒന്ന് ആലോചിച്ച് നോക്കൂ. അഭിജാനന്തു കൗന്തേയം പൂർവജാതം യുധിഷ്ഠിരാത്. യുധിഷ്ഠിരനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതിന് മുൻപുണ്ടായ കുട്ടിയാണ്. അതുകൊണ്ട് നിങ്ങളിൽ വെച്ച് ഏറ്റവും മൂത്തവൻ. 6 കുട്ടികളാവും. അപ്പോൾ ആ 6ൽ ഏറ്റവും മുതിർന്നവനാണ്. പാദൗ തവ ഗൃഹീഷ്യന്തി ഭ്രാതരഃ പഞ്ചപാണ്ഡവാഃ ദ്രൗപദേയാസ്തഥാ പഞ്ച സൗഭദ്രശ്ച അപരാജിതഃ. അവിടെ ചെന്നാൽ എന്തുണ്ടാവും? ഞാനിത് പറയേണ്ട താമസം. യുധിഷ്ഠിരനടക്കം ഓരോരുത്തരും അങ്ങയുടെ കാൽക്കളിൽ വീണ് കെട്ടിപ്പിടിച്ച് നമസ്കരിക്കും. പാദൗ തവ ഗൃഹീഷ്യന്തി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പാദൗ തവ ഗൃഹീഷ്യന്തി ഭ്രാതരഃ പഞ്ചപാണ്ഡവാഃ. ഞാനിത് പറഞ്ഞാൽ പിന്നെ അവർ രണ്ടാമതൊരു ചോദ്യമില്ല, സംശയമില്ല. എന്താ കൃഷ്ണ, എപ്പോഴാണ് ഉണ്ടായത്, എന്താ അതിൻ്റെ കഥ ഒക്കെ പറഞ്ഞു തരൂ, നമുക്കൊരു ചർച്ച ചെയ്യുക, കുറേ ജ്യോതിഷികളെ വിളിക്കുക. ആ ചോദ്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഞാൻ പറയേണ്ട താമസം അവരതങ്ങോട്ട് സ്വീകരിക്കും. സ്വീകരിച്ചോ എല്ലാവരും കാക്കൽ വീണ് നമസ്കരിക്കും. അതിൽ പഞ്ചപാണ്ഡവാഹ 5 പാണ്ഡവന്മാരും ദ്രൗപദേയാസ്തഥാ പഞ്ച. ദ്രൗപദിക്കുണ്ടായ കുട്ടികൾ അവർ 5 പേർ. സൗഭദ്രശ്ച അപരാജിത. അർജുനൻ്റെ മകൻ അപരാജിതനായിരിക്കുന്ന അഭിമന്യു. ഇവരെല്ലാവരും അങ്ങയുടെ കാക്കൽ വീഴുക, ഭവാന്റെ കാക്കലിൽ വീഴാൻ പോവാണ്. പാദൗ തവ ഗൃഹീഷ്യന്തി ഭ്രാതരഃ പഞ്ചപാണ്ഡവാഃ ദ്രൗപദേയാസ്തഥാ പഞ്ച സൗഭദ്രശ്ച അപരാജിതഃ രാജാനോ രാജപുത്രാശ്ച പാണ്ഡവാർത്ഥേ സമാഗതാഃ പാദൗ തവ ഗൃഹീഷ്യന്തി സർവേ ചാന്ധകവൃഷ്ണയഃ. അവർ മാത്രമാണോ? അല്ല, അവരുടെ കൂടെ നിൽക്കുന്ന പടയാളികളും രാജാക്കന്മാരും എല്ലാവരും എവിടുന്നൊക്കെയാണ് വന്ന് എത്തിയിരിക്കുന്നത്? ജംബൂദ്വീപത്തിൻ്റെ സർവഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട്. രാജാനഹ രാജാക്കന്മാർ, രാജപുത്രാംശ രാജപുത്രന്മാരും, പാണ്ഡവാർത്ഥേ സമാഗതാഹ പാണ്ഡവന്മാരെ തുണയ്ക്കാനും അവരുടെ ഭാഗത്തിൽ നിന്ന് യുദ്ധം ചെയ്യാനുമായി നാനാഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയിട്ടുള്ളവർ മുഴുവനും പാദൗ തവ ഗൃഹീഷ്യന്തി. ഓ, ഇതാണോ സത്യം? ദാ കാക്കലങ്ങോട്ട് വീഴായി. ഒരു സംശയവും അവർക്ക് ഉണ്ടാവില്ല. സർവേ ചാന്ധകവൃഷ്ണയ. അന്ധകന്മാരും വൃഷ്ണികളും എല്ലാവരും തന്നെ ഭവാനെ പ്രണമിക്കും.
ഇങ്ങനെ ഒരു അവസരം അവർ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും ആ അവസരം ഉണ്ടാകുമ്പോൾ അവരത് വളരെ വളരെ ഹാർദമായി സ്വീകരിച്ചാണ് പെരുമാറുക.